Hello everyone, am I audible to you? Kekamo? Can you see me? Am I audible to you? Am I visible to you? Okay. Okay. So today we have to deal with something. See, നമ്മൾ കുറച്ച് ദിവസമായിട്ട് ലിംഗ്വിസ്റ്റിക്സ് ഇങ്ങനെ പഠിക്കുന്നുണ്ട്. സോ ലിംഗ്വിസ്റ്റിക്സിനകത്ത് നിന്നുള്ള PYQ ആണ് നമുക്ക് ഇന്ന് അനലൈസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇപ്പം നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു ആൻഡ് ഐ നോ ദാറ്റ് നിങ്ങൾ എല്ലാവരും ഗിയർ ചേഞ്ച് ചെയ്ത് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്ന് എനിക്കറിയാം. സോ 2026 ഒരു റെസൊല്യൂഷൻ HSST ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതായിട്ട് മാറട്ടെ. അപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ലിംഗ്വിസ്റ്റിക്സിനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. അതായത് കുറവാണ് എന്നല്ല, നമുക്ക് അറിയാൻ പറ്റും ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ എന്ന് നമുക്കറിയാം. കാരണം അതൊരു സ്റ്റാറ്റിക് പോർഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇഫ് യു ഹാവ് ലേൺഡ് ഇറ്റ് പ്രോപ്പർലി, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ന് നമുക്ക് PYQs ഒന്ന് നോക്കാം. കഴിഞ്ഞ തവണ 4 to 5 ക്വസ്റ്റ്യൻസേ ലിംഗ്വിസ്റ്റിക്സിനകത്തുനിന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു 4 ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യാം. അതിനോടൊപ്പം ഞാൻ HSAക്ക് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഏതൊക്കെ റെലംസിൽ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എത്ര സിമ്പിൾ ആണ് ലിംഗ്വിസ്റ്റിക്സ് ക്വസ്റ്റ്യൻസ് എന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ വേറെ കൈൻഡ് ഓഫ് ഇന്റർപ്രിട്ടേഷൻസിന്റെ ആവശ്യമൊന്നും ഇല്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതുപോലെ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ആർ യു റെഡി? നമുക്ക് തുടങ്ങാമോ ലിംഗ്വിസ്റ്റിക്സിന്റെ PYQ അനാലിസിസ്? കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ബാക്കി കുറച്ച് ഞാൻ HSAയുടെ ക്വസ്റ്റ്യൻസിൽ നിന്ന് ആഡ് ചെയ്തതാണ്. പിന്നെ ഒരു 1-2 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, ഓക്കെ ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ആഡ് ചെയ്തതാണ്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാമോടെ? ആർ യു ഓൾ റെഡി? ചെയ്യാമോ? നമുക്ക് നോക്കാമോ? പഠിച്ചതും പഠിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ പഠിച്ചതിൽ നിന്നുള്ളത് ആൻസർ ചെയ്യാൻ നോക്കുക, അല്ലാത്ത നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദെൻ വിൽ ഒബ്വിയസ്ലി റീച്ച് ഇൻ ദാറ്റ് പോർഷൻ. ഓക്കെ, എനിവേ നമ്മളവിടെ എത്തും. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാമോ? ഷാൽ വി സ്റ്റാർട്ട്? ലിംഗ്വിസ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തുടങ്ങാമോ? ആർ യു ഓൾ റെഡി? ഓക്കെ ആണോ? കേൾക്കാമോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണിക്കട്ടെ. ഓക്കെ. Okay. So this is our first question. Okay. So എടാ ഞാൻ 51, 52, 53 എന്ന് തന്നെയാണ് നമ്പർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബിക്കോസ് ദാറ്റ് ഇസ് ദി, സോ ദാറ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ വേഗം സ്പോട്ട് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് 51, 52, 53 എന്ന് തന്നെ കൊടുത്തിരിക്കുന്നത്. അടുത്തടുത്ത് തന്നെയായിരുന്നു ലിംഗ്വിസ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് കിടന്നിരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് കെയിം ഫ്രം ലിംഗ്വിസ്റ്റിക്സ്. എന്താ ക്വസ്റ്റ്യൻ എന്ന് നോക്കിക്കേ. Which of the following does not belong to the Germanic language group? Option A, Norwegian, Icelandic, Czech, and then we have the option D as well. ഓപ്ഷൻസ് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ ആൻസേഴ്സ് വന്നല്ലോ. വെരി ഗുഡ്. ഓക്കെ, സോ നല്ലൊരു കാര്യമാണ്. ആൻഡ് ഡി ഇസ് ഇംഗ്ലീഷ്. ഓക്കെ, സോ നമുക്ക് ഇംഗ്ലീഷിന്റെ കാര്യം ഒരു എലിമിനേഷൻ സ്ട്രാറ്റജിയോടുകൂടി ചെയ്യാം. ബിക്കോസ് നമുക്കറിയാം ഇംഗ്ലീഷിന്റെ റൂട്ട് കിടക്കുന്ന പ്രിമിറ്റീവ് ജർമാനിക് ഗ്രൂപ്പിലാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇംഗ്ലീഷിന് നമുക്ക് ഒബ്വിയസ്ലി എന്ത് ചെയ്യാം? സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. ബാക്കി സംശയം വരാം, നോർവീജിയൻ ആണോ, ഐസ്ലാൻഡിക് ആണോ, ചെക്ക് ആണോ എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ ലാംഗ്വേജ് ഫാമിലി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ നമുക്കറിയാം അല്ലെ എങ്ങനെയാ ഈ ലാംഗ്വേജിന്റെ എവല്യൂഷൻ സംഭവിച്ചിരിക്കുന്നത്. ഏതാണ് പാരന്റ് ലാംഗ്വേജ്? പ്രിമിറ്റീവ് ജർമാനിക്കിന്റെയും ബാൽറ്റോസ്ലാവനിക്കിന്റെയും ഒക്കെ പാരന്റ് ലാംഗ്വേജ് ആരാ? ഹു ഇസ് ദി പാരന്റ് ലാംഗ്വേജ് ഓഫ് ദീസ് ടു? ബാൾട്ടോസ്ലാവോണിക്കിന്റെയും ജർമാനിക്, പ്രിമിറ്റീവ് ജർമാനിക്കിന്റെയും ഒക്കെ ആൻസിസ്ട്രൽ ലാംഗ്വേജ് ഏതാ? എവിടുന്നാ കോമൺ ആയിട്ട് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? പറഞ്ഞേ, ഫ്രം വേർ? എവിടുന്നാണെടാ? ഏതാണ് കോമൺ ആൻസിസ്ട്രൽ ലാംഗ്വേജ് ഫാമിലി?
പ്രിമിറ്റീവ് ജർമാനിക്കിന്റെ കൂടെ കുറെ ബ്രദർ ലാംഗ്വേജസ് ഉണ്ട്. എവിടുന്നാ ഇത് റൈസ് ചെയ്തിരിക്കുന്നത്? വിച്ച് ഇസ് ദാറ്റ് ആൻസെസ്ട്രൽ ലാംഗ്വേജ്? എന്താ അതിന്റെ പേര് പറഞ്ഞേ കേക്കട്ടെ. ഇൻഡോ? ബാക്കി പറയൂ. ഇൻഡോ എന്താണ്? ഹലോ? ഇൻഡോ ജർമാനിക് അല്ല, ഞാൻ ആൻസെസ്ട്രൽ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി കേട്ടോ. അതായത് ഒരു 3500 ബി സിയിലൊക്കെ ബ്ലാക്ക് സീഡ് അവിടെ കുറെ നൊമാഡിക് ട്രൈബ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ നൊമാഡിക് ട്രൈബ്സ് പതിയെ എന്ത് ചെയ്തു, പല സ്ഥലങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്ത്, ബിക്കോസ് നൊമാഡ്സ് ആണല്ലോ, സോ ദേ ആർ ബേസിക്കലി വാണ്ടറേഴ്സ്. അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് വാണ്ടർ ചെയ്ത് പോയി അല്ലേ. ആൻഡ് ബേസിക്കലി ദേ സെറ്റിൽഡ് ഇൻ ടു ഏരിയാസ്. യൂറോപ്പിന്റെയും ഏഷ്യയുടെയും പല ഭാഗത്തായിട്ട് ഈ നൊമാഡിക് ട്രൈബ് എന്ത് ചെയ്തു, സെറ്റിൽ ചെയ്തു. ഓക്കെ, സോ പിന്നെ സ്റ്റഡീസിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇവര് പോകുന്ന സ്ഥലത്തെല്ലാം എന്താണെങ്കിലും ഒബ്വിയസ്ലി എന്ത് ചെയ്യും, അവരവരുടെ ലാംഗ്വേജിനെയും കൂടെ കൊണ്ടുപോകും. ഓക്കെ, സോ ഈ ഒരു നൊമാഡിക് ട്രൈബ് 3500 ബി സിയിലൊക്കെ വോൺ ചെയ്ത് ദേ സെറ്റിൽഡ് ഇൻ ടു ഡിസ്റ്റിങ്ക്ട് പാർട്സ് അല്ലെ, യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് സെറ്റിൽ ചെയ്തു. സ്റ്റെപ്പീസിലൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ദേ ക്യാരിഡ് ദെയർ ലാംഗ്വേജ് വിത്ത് ദം. കാലക്രമത്തിൽ എന്ത് സംഭവിച്ചു, ഈ ഭാഷ ഇങ്ങനെ മാറി മാറി വന്നു. പിന്നീട് നമ്മുടെ ലിംഗ്വിസ്റ്റ് ഒക്കെ കണ്ടുപിടിച്ചു ദാറ്റ് വി ഹാവ് എ കോമൺ ലാംഗ്വേജ് ഫാമിലി. ആൻഡ് ആ ലാംഗ്വേജ് ഫാമിലിയുടെ പേരാണ് എന്ത്, ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി. ഓക്കെ, സോ ഐ ഹോപ്പ് യു നോ ദാറ്റ് നമ്മുടെ സാൻസ്ക്രിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈസ്റ്റേൺ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയിലാണ് നമ്മുടെ ഇന്ത്യയുടെ പല ഭാഷകളും കിടക്കുന്നത്. ഇംഗ്ലീഷ് അതിന്റെ പ്രിമിറ്റീവ് ജർമാനിക് ഗ്രൂപ്പിലാണ്. ഓക്കെ, സോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു, ചെക്കാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യനും കൂടെ മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. ഇൻഡോ യൂറോപ്യന്റെ ഏത് ലാംഗ്വേജ് ഫാമിലിയിൽ നിന്നാണ്, ഇൻഡോ യൂറോപ്യന്റെ ഏത് കാറ്റഗറിയിലാണ് ചെക്ക് ബിലോങ് ചെയ്യുന്നത്? ഓക്കെ, ഇറ്റ് ബിലോങ്സ് ടു ദി ബാൽറ്റോ-സ്ലാവനിക് ലാംഗ്വേജ് കാറ്റഗറി. കേട്ടോ, ബാൽറ്റോ-സ്ലാവനിക് ലാംഗ്വേജ് കാറ്റഗറിയിലാണ് ആര് വരുന്നത്, ചെക്ക് വരുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. സോ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്, ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. പക്ഷെ അത് ഏത് ലാംഗ്വേജ് കാറ്റഗറി ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയുടെ ബാൽറ്റോ സ്ലാവോണിക് ലാംഗ്വേജിലാണ് ആര് വരുന്നത്, ചെക്ക് വരുന്നത്. ഓക്കെ, നമ്മൾ ഈ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയെ ട്രേസ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും പറയില്ലേ, നമ്മളിവിടെ എന്താ, വി ഹാവ് ത്രയ, ത്രീ അങ്ങനെ പറയും, പിത, ഫാദർ, അങ്ങനെ നമ്മൾ സിമിലാരിറ്റി ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്താണെങ്കിലും മറന്നു പോകരുത്, ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയാണ്. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയില് പ്രിമിറ്റീവ് ജർമാനിക്കിലാണ് ഇംഗ്ലീഷ് വരുന്നത്, ബാൽറ്റോ സ്ലാവനിക്കിലാണ് ചെക്ക് വരുന്നത്. കേട്ടോ, പ്രിമിറ്റീവ് ജർമാനിക്കിൽ തന്നെയാണ് ബാക്കി നോർവീജിയനും ഐസ്ലാൻഡിക്കും ഇൻവോൾവ് ആകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? ഷാൽ വി ഗോ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? ആദ്യത്തത് ഓക്കെ ആണോടാ? ഡു യു നീഡ് ഫർദർ എക്സ്പ്ലനേഷൻ? Okay, fine. Okay. Now, let's go to the next question. നോക്കിക്കേ, വളരെ ഈസി question. Which of these finds out how a certain set of people use language at a given time? Diachronic linguistics, comparative linguistics, synchronic linguistics, historical linguistics. Answer ഒന്ന് പറഞ്ഞു നോക്കിയേ. അഷിക് പറയുന്നു സി ആണെന്ന്. ബാക്കിയുള്ളവരോ? വാട്ട് ഈസ് യുവർ ആൻസർ? ഡയക്രോണിക് ആണോ, കമ്പാരറ്റീവ് ആണോ, സിൻക്രോണിക് ആണോ? എന്താണ് ഇതിന്റെ ആൻസർ? സിൻക്രോണിക് ആണല്ലേ. വളരെ ഈസി ക്വസ്റ്റ്യൻ. ഇപ്പൊ മനസ്സിലായോ? ലിംഗ്വിസ്റ്റിക്സിൽ നിന്ന് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഭയങ്കരമായിട്ട് തല പുകയ്ക്കാൻ പാകത്തിനൊന്നും ചോദിച്ചിട്ടില്ല. പഠിച്ചിട്ടുണ്ടോ പക്കയായിട്ട് ആൻസർ കിട്ടും, പക്ക മാർക്കും കിട്ടും. ഓക്കെ, സോ നമ്മൾ എത്ര കൊടുക്കുന്നു അത് അതുപോലെ റിവാർഡ് ചെയ്യുന്ന പേപ്പറാണ് ലിംഗ്വിസ്റ്റിക്സ്. ഓക്കെ, അപ്പൊ പറഞ്ഞേ എന്താണ് ക്വസ്റ്റ്യൻ? ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലെ ലാംഗ്വേജിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ലിംഗ്വിസ്റ്റിക്സിന് നമ്മൾ എന്ത് വിളിക്കും എന്നുള്ളതാണ് അല്ലെ. ഡയക്രോണിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്, ഇവല്യൂഷൻ ഓഫ് എ ലാംഗ്വേജ് ആണ് അല്ലെ. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ആംഗ്ലോ സാക്സൺ ടൈമിൽ നിന്ന് മിഡിൽ ഇംഗ്ലീഷിൽ വന്നപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് പറ്റി, മിഡിൽ ഇംഗ്ലീഷിൽ നിന്ന് മോഡേൺ ഇംഗ്ലീഷിലേക്ക് മാറിയപ്പോൾ വാട്ട് ഹാപ്പൻഡ്. ഓക്കെ, സോ ഇങ്ങനെ ഇവല്യൂഷൻ ഓഫ് എ ലാംഗ്വേജ്, ഒരു ലാംഗ്വേജിന്റെ ഇവല്യൂഷനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ,
ത്രൂ ടൈം ആണ് നമ്മൾ ഡയക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. വെരി ഗുഡ്. ത്രൂ ടൈം ആണ് ഡയക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ കമ്പാരറ്റീവ് ലിംഗ്വിസ്റ്റിക്സ് എന്താ? ആ വേർഡിൽ തന്നെ ഉണ്ടല്ലേ, രണ്ട് ലാംഗ്വേജസിനെ തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം നമുക്കിപ്പം സാൻസ്ക്രിറ്റും ഇംഗ്ലീഷും തമ്മിലുള്ള കണക്ഷൻ അറിയണം. വെദർ ദേ ബിലോങ് ടു ദ സെയിം ലാംഗ്വേജ് ഫാമിലി, ഇവർക്ക് എന്തെങ്കിലും ഷെയർഡ് ഫീച്ചേഴ്സ് ഉണ്ടോ, കോമൺ ആൻസെസ്റ്റർ ആണോ, സൗണ്ട്സിൽ എവിടെയെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ രണ്ട് ലാംഗ്വേജസിനെ തമ്മിൽ കമ്പയർ ചെയ്യും അല്ലെ. അങ്ങനെ രണ്ട് ലാംഗ്വേജസിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ലിംഗ്വിസ്റ്റിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പാരറ്റീവ് ലിംഗ്വിസ്റ്റിക്സ്. ഓക്കെ, അപ്പൊ സിൻക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് എന്താ അതിന്റെ അർത്ഥം? ഐ എം സോ മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഷേക്സ്പിയർ, എനിക്ക് ഷേക്സ്പിയറിന്റെ സമയത്തുള്ള ഇംഗ്ലീഷിനെ കുറിച്ച് മാത്രം അറിയണം. ഓക്കെ, സോ വാട്ട് വേർഡ്സ് വെയർ പോപ്പുലർ, വിച്ച് കൈൻഡ് ഓഫ് സൗണ്ട്സ് വെയർ പോപ്പുലർ, ഇംഗ്ലീഷിന്റെ ഭാഗങ്ങളിലെ എലിസബത്തൻ ഏജിൽ ഒരു പെർട്ടിക്കുലർ സൗണ്ടിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. സോ ഇഫ് ഐ വോണ്ട് ടു ലേൺ അബൌട്ട് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം, അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് സിൻക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് അല്ലെ. നൗ എന്താണ് ഇപ്പൊ ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? ഡയക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് ആക്ച്വലി ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു പാർട്ടാണ്. ഓക്കെ, സോ വെൻ യു സ്റ്റാർട്ട് ടു ലേൺ ദി എൻറ്റയർ ഹിസ്റ്ററി ഓഫ് എ ലാംഗ്വേജ്, ഓക്കെ, ഇവല്യൂഷൻ മാത്രമല്ല, ലാംഗ്വേജിന്റെ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിന്റെ ചരിത്രം മുഴുവനും പഠിക്കുമ്പോൾ when you learn a particular language in an all encompassing manner, okay, so comprehensive ആയിട്ട് ഒരു ഭാഷയുടെ ചരിത്രത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അതിനെ എന്താ വിളിക്കുക? ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ ഡയക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് ഇസ് എ പാർട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി, എന്തൊക്കെ ചേഞ്ചസ് സംഭവിച്ചു. പക്ഷെ ഒരു ലാംഗ്വേജിന്റെ മുഴുവൻ ചരിത്രം, ലോൺ വേർഡ്സ് ഉണ്ടോ, ആരൊക്കെ ഇവിടെ വന്നു, അവരെങ്ങനെ ഈ പെർട്ടിക്കുലർ ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്തു, സോ അങ്ങനെ ഒരു എൻറ്റയർ ലാംഗ്വേജിന്റെ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ വി കെൻ കോൾ ദാറ്റ് ഇസ് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ്. ഓക്കെ, ക്ലിയർ ആണോ? 4 ഓപ്ഷൻസും ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഈസ് ദാറ്റ് ക്ലിയർ? ഏതെങ്കിലും ഓപ്ഷൻ ഞാൻ പറയേണ്ടതുണ്ടോ? ക്ലിയർ ആണോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഓൾ ദി 4 ഓപ്ഷൻസ്? ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഈസി ക്വസ്റ്റ്യൻ. ഇത് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന്, പക്ഷെ ചോദിച്ചു കഴിഞ്ഞു, പ്രീവിയസ് ഇയറിലെ ആണ്. വെൻ വാസ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് പബ്ലിഷ്ഡ് എന്നാണ്? Was it in 1916, 1898, 1912 or is in 1910? എപ്പോഴാണ്? വെരി ഈസി ക്വസ്റ്റ്യൻ അല്ലേ. നമ്മൾ ലിംഗ്വിസ്റ്റിക്സിന്റെ എന്ത് കാര്യം അറിഞ്ഞില്ലെങ്കിലും ബേസിക്കലി അറിയേണ്ട സംഗതിയാണ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് അല്ലെ. നൗ വാസ് ഇറ്റ് റിട്ടൺ ബൈ Saussure? Was it a work written by Saussure? Saussure എഴുതി തയ്യാറാക്കിയതാണോ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന വർക്ക്? അതെ, ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ കേട്ടോ. കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ ടീച്ചിങ്സ് ഓഫ് ഫെർണാൻഡ് ഡി സഷോർ അല്ലെ. അദ്ദേഹത്തിന്റെ ലെക്ചേഴ്സിനെ അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് കമ്പൈൽ ചെയ്തെടുത്തിട്ട് ഒരു ടൈറ്റിൽ കൊടുത്തു, വിച്ച് ഇസ് കോൾഡ് എസ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് കേട്ടോ. സോ ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1916. ഒരു കാരണവശാലും മറന്നു പോവരുത്, ബേസിക് സംഗതിയാണ്. ഓക്കെ, സോ ദാറ്റ് വാസ് എ വെരി പ്രിറ്റി ഈസി ക്വസ്റ്റ്യൻ. കണ്ടോ, ലിംഗ്വിസ്റ്റിക്സ് എന്ത് സിമ്പിൾ ആണ്, ഹംബിൾ ആണെന്ന് നോക്കിക്കേ, ഞാൻ പറയുമ്പോൾ വിശ്വാസമില്ല. ഓക്കെ, സോ ദിസ് ഇസ് വെരി സിമ്പിൾ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ചോദിച്ചിരിക്കുന്നത്. Now look at the fourth question. Okay, dash is an abstract representation that identifies the ways a sentence can be analyzed and interpreted. Option A, sentence structure. B, deep structure. C, parole. And D, phrase structure. എന്താണ് അതിന്റെ ആൻസർ? കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ടോ? ആഷിഖ് പറയുന്നു ബി ആണെന്ന്. വേറെ ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ? അതോ ഇത് തന്നെയാണോ ആൻസർ? എന്ത് പറയുന്നു? ഡാഷ് ഇസ് ആൻ അബ്സ്ട്രാക്ട് റെപ്രസെന്റേഷൻ that identifies the ways a sentence can be analyzed and interpreted. എന്താണ്? സെന്റൻസിന്റെ സ്ട്രക്ചർ ആണോ, ഡീപ് സ്ട്രക്ചർ ആണോ, പാരോൾ ആണോ, ഫ്രേസ് സ്ട്രക്ചർ ആണോ? എന്ത് തോന്നുന്നു? ആഷിഖ് പറഞ്ഞു ഡീപ് സ്ട്രക്ചർ ആണെന്ന്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും?
ഡൗട്ട്സ് ആൻസേഴ്സ് ഉണ്ടോ? ഓക്കെ, അനുവും പറയുന്നു ബി ആണെന്ന്. സോ അങ്ങനെ നമുക്കത് എന്ത് ചെയ്യാം, ഉറപ്പിക്കാം. ഓക്കെ, സോ സി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡീപ് സ്ട്രക്ചർ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, സി സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോ ദ ബോയ് എയ്റ്റ് എ മാംഗോ, സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ് സെന്റൻസിന്റെ, അതായത് എങ്ങനെ ആ വേർഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സെന്റൻസ് സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ പെരോൾ എന്ന് പറഞ്ഞാൽ എന്താടാ? ഇൻഡിവിജ്വൽ അട്ടറൻസ് അല്ലെ. ഇപ്പം ലങ്ങിന്റെ ലങ് എന്ന് പറയുന്ന അണ്ടർലൈൻ സിസ്റ്റം ഓഫ് റൂൾസ് ആണ്. ആ അണ്ടർലൈൻ സിസ്റ്റം ഓഫ് റൂൾസ് വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ അട്ടറൻസിനെയും നമുക്ക് എന്ത് വിളിക്കാം? പെരോൾ എന്ന് വിളിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ, സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലങ് ആണ് അല്ലെ. അതൊരു അണ്ടർലൈൻ റൂൾ ആണ്. നോക്കിയേ, ഈ സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് കൊണ്ട് നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സെന്റൻസസ് ഉണ്ടാക്കിക്കൂടെ? We can say Rama killed Ravana, the boy ate a mango, the cat sat under a mat, even I love you. Okay, so ഇവിടെ സി ഇത്രയും പറയുന്ന ഞാൻ ഈ പറഞ്ഞ 4 സെന്റൻസസിന്റെയും ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ? സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഓബ്ജക്റ്റ്, അത് ലങ് ആണ് അല്ലെ. അത് വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്ത സെന്റൻസസിനെ എനിക്ക് എന്ത് വിളിക്കാം? പെരോൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും പെരോൾ അല്ല, സെന്റൻസ് സ്ട്രക്ചറും അല്ല. പിന്നെ ബാക്കിയുള്ളത് ഡീപ് സ്ട്രക്ചറും ഫ്രേസ് സ്ട്രക്ചറുമാണ്. ഓക്കെ, അപ്പൊ ഫ്രേസ് സ്ട്രക്ചർ എന്താ? എനിക്ക് പറഞ്ഞുതരാമോ ഫ്രേസ് സ്ട്രക്ചർ എന്താണ്? വാട്ട് ഇസ് ഫ്രേസ് സ്ട്രക്ചർ? ഫ്രേസിന്റെ സ്ട്രക്ചർ, ഫ്രേസ് സ്ട്രക്ചർ എന്താ അതിന്റെ അർത്ഥം? വാട്ട് ഇസ് ഫ്രേസ് സ്ട്രക്ചർ? ഫ്രേസ് സ്ട്രക്ചർ എന്താണ്? ഫ്രേസ് സ്ട്രക്ചർ എങ്ങനെയാ പറയാ? ഫ്രേസ് സ്ട്രക്ചർ എന്താണ്? Can someone tell me എന്താണ് ഫ്രേസ് സ്ട്രക്ചർ? ഈസി ആയിട്ട് മനസ്സിലാക്കാം ഫ്രേസ് സ്ട്രക്ചർ എന്താന്ന്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നമ്മള് ചിലപ്പം 5x is equal to മാത്സിലെ 5x is equal to 3x plus 2x എന്ന് എഴുതത്തില്ലേ? ഓക്കെ, ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്ന തന്നെ പാടുപെട്ടാനിടയ്ക്ക് മാത്സ് കൊണ്ടുവരുന്നു എന്ന് ചിന്തിക്കരുത് കേട്ടോ. സി മാത്സിൽ നമ്മൾ ആൾജിബ്ര ഒക്കെ എഴുതുന്ന സമയത്തെ ഒരു പെർട്ടിക്കുലർ സാധന സംഗതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതത്തില്ലേ? ഇപ്പം 5x is equal to 3x plus 2x, അല്ലെങ്കിൽ 8x is equal to 4x into 4x into 2, ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതത്തില്ലടാ. അതുപോലത്തെ ഒരു സംഗതിയാണ് ഫ്രേസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ മതി. ഇപ്പൊ ഐ എം ടെല്ലിങ് ആ മാംഗോ, ആ മാംഗോ. ഓക്കെ, ആ മാംഗോ എന്ന് പറയുന്നത് നൗൺ ഫ്രേസ് ആണ്. ഓക്കെ, ഈ നൗൺ ഫ്രേസിനെ എനിക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ്? എ എന്ന് പറയുന്ന എന്താ അവിടെ? എ മാംഗോ എന്ന് പറയുമ്പോഴേ എ എന്താണ്? വാട്ട് ഇസ് ദ നെയിം യു വിൽ ഗിവ് ടു എ? എ എന്ന് പറയുന്ന എന്താ? എ മാംഗോ. ആ മാംഗോ ഫെൽ ഓൺ ദി ഗ്രൗണ്ട്. ഓക്കെ, എന്റെ സെന്റൻസ് ഇതാണ്, ആ മാംഗോ ഫെൽ ഓൺ ദ ഗ്രൗണ്ട്. അപ്പോ ഈ ആ മാംഗോ ആണ് നൗൺ ഇൻവോൾവ് ആവുന്ന നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഈ എ മാംഗോനെ എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? ആ മാംഗോ ആണ് നൗൺ ഫ്രേസ്. എനിക്ക് എങ്ങനെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? വാട്ട് വിൽ ഐ കോൾ എ? എനെ ഞാൻ എന്ത് വിളിക്കും? വാട്ട് ഇസ് എ കോൾഡ് ആസ്? എ എന്താടാ? എ ആൻഡ് ദ, ഇതിനെ മൂന്നിനെയും കൂടെ ചേർത്ത് നമ്മൾ എന്താ പറയുന്നത്? ആർട്ടിക്കിൾ അല്ലെ. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ പരിഷ്കരിച്ച് ആർട്ടിക്കിളിന് പകരം എന്തെന്ന് എഴുതാം? ഡിറ്റർമിനർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോ നിങ്ങളൊന്ന് ബുക്കിൽ എഴുതി നോക്കിയേ. ആ മാംഗോ ഫെൽ ഓൺ ദി ഗ്രൗണ്ട്. അതില് ആ മാംഗോ എന്ന് പറയുന്നത് നൗൺ ഫ്രേസ് ആണ്. ഓക്കെ, സോ ഞാനൊന്ന് ലൈവ് ബോർഡ് എടുത്ത് നോക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കാം കേട്ടോ. വൈറ്റ് ബോർഡ് എടുത്ത് നോക്കാം, എന്നിട്ട് നമുക്ക് എഴുതി നോക്കാം. ആൻഡ് ടെൽ മീ ഇഫ് ഇറ്റ് ഇസ് വിസിബിൾ ടു യു പ്രോപ്പർലി. അല്ലാന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് വരച്ചിട്ട് ഐ എം ട്രൈങ് ടു റൈറ്റ്. ഓക്കെ, ഇസ് ഇറ്റ് വിസിബിൾ ടു യു? കാണാമോ? ലൈവ് ബോർഡ് കാണാമോ? ഇസ് ഇറ്റ് വിസിബിൾ ടു യു? ഫോണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോടാ? ഓക്കെ, സോ നൗ ലിസൺ. ആ മാംഗോ. ഓക്കെ,
ആ മാംഗോ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ ആണ് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും നമ്മൾ. ഇതിപ്പോ ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് വന്നത് കൊണ്ട് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ആ മാംഗോ എന്ന് പറയുന്നതാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ തൽക്കാലം ഞാൻ NP എന്ന് എഴുതുവാണ്. ഓക്കെ, നോക്കിയേ, നൗൺ ഫ്രേസില് രണ്ട് ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? ദർ ഇസ് ആൻ ആർട്ടിക്കിൾ എ, റൈറ്റ്? ആ ആർട്ടിക്കിളിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡിറ്റർമിനർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഡിറ്റർമിനർ ആയി. ഇനി മാംഗോനെ നമ്മൾ എന്താ വിളിക്കുക? മാംഗോ ബിലോങ്സ് ടു വിച്ച് വേർഡ് ക്ലാസ്? മാംഗോനെ നമുക്ക് എന്ത് വിളിക്കാടാ? വാട്ട് ഷാൽ വി കോൾ ദറ്റ് മാംഗോ ആസ്? മാംഗോ എന്താണ് അവിടെ? നൗൺ ആണോ, വേർബ് ആണോ, അഡ്ജക്റ്റീവ് ആണോ? എന്താണത്? വാട്ട് ഇസ് ഇറ്റ്? നൗൺ. വെരി സിമ്പിൾ. ഇത്രയേ ഉള്ളൂ ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ. മനസ്സിലായോ? ഫ്രേസ് സ്ട്രക്ചറിന്റെ ബേസിക് സംഗതിയാണ് ഞാൻ ഈ പറഞ്ഞത്. നോക്കിയേ, നൗൺ ഫ്രേസ് ഉണ്ട്. ആ നൗൺ ഫ്രേസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് എങ്ങനെയാ എഴുതുക? ആ മാംഗോനെ ഡിവൈഡ് ചെയ്ത് ഡിറ്റർമിനർ പ്ലസ് നൗൺ എന്ന് എഴുതും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ എന്ന് പറയാ. ക്ലിയർ ആയോ? മനസ്സിലായോ? പിടികിട്ടിയോ? ഓക്കെ ആണോ? ഫ്രേസ് സ്ട്രക്ചർ മനസ്സിലായടാ? ഇങ്ങനെ ഒരു എൻറ്റയർ സെന്റൻസിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് പോവാം കേട്ടോ. ഇതിപ്പോ ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഇസ് ദിസ് ക്ലിയർ ടു യു? മനസ്സിലായോ? ഓൾ ഓഫ് യു ഓക്കെ ആണോ? ആരൊക്കെയോ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇസ് ദാറ്റ് ഓക്കെ? ക്ലിയർ ആണോടാ നിങ്ങൾക്ക്? ഓക്കെ, നൗ ലിസൺ ടു മീ. ഇനി എന്താണ് ഈ ഡീപ് സ്ട്രക്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡു വി അണ്ടർസ്റ്റാൻഡ് ബൈ ഡീപ് സ്ട്രക്ചർ? ഓക്കെ, സി, ഡീപ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെന്റൻസിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അതായത് ഹൗ ഇറ്റ് ക്യാൻ ബി അനലൈസ്ഡ്, ഹൗ ഇറ്റ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ ബേസിക്കലി പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ഉണ്ടല്ലോ, നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എഴുതാൻ പറയുന്ന രാമ കിൽഡ് രാവണ. ഓക്കെ, സി, രാമ കിൽഡ് രാവണ എന്ന് പറയുന്ന സെന്റൻസിന്റെ ഡീപ് സ്ട്രക്ചറിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിനെ ഇപ്പം രാമ കിൽഡ് രാവണ, രാവണ വാസ് കിൽഡ് ബൈ രാമ, രണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മീനിങ് ഒന്ന് തന്നെയാണ് അല്ലെ? അപ്പൊ ഡീപ് സ്ട്രക്ചറിൽ പോയി കഴിഞ്ഞാൽ ഈ രണ്ട് സ്ട്രക്ചറും തമ്മിൽ എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഒരെണ്ണം ആക്റ്റീവ് ആണ്, ഒരെണ്ണം പാസീവ് വോയിസ് ആണെന്ന് മനസ്സിലാവും. നമുക്ക് വേണമെങ്കിൽ ഈ രാമ കിൽഡ് രാവണനെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറുമ്പോൾ അവിടെ എങ്ങനെ സ്ട്രക്ചർ ഡിഫറൻസ് വന്നു എന്ന് മനസ്സിലാവും. പിടികിട്ടിയോ? അപ്പോ ഒരു പ്രൈമറി ലെവലിൽ ഇത്രയും മനസ്സിലാക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡീപ് സ്ട്രക്ചറും ഫ്രേസ് സ്ട്രക്ചറും ഒക്കെ പഠിക്കും. സോ ഒരു സെന്റൻസിനെ അതിന്റെ എല്ലാ പോസിബിൾ മീൻസിലും ഇന്റർപ്രറ്റ് ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡീപ് സ്ട്രക്ചർ ആണ്. ക്ലിയർ ആയോ? അത് മനസ്സിലായോ? പിടികിട്ടിയോ? ഓക്കെ ആണോ? ഡീപ് സ്ട്രക്ചർ ഒരു സെന്റൻസിന് അതിന്റെ ഇന്റർപ്രിട്ടേഷൻസ്, അതിന്റെ അനാലിസിസ് പാർട്ടാണ് ഡീപ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. ഇങ്ങനെ ഡീപ്പായിട്ട് അന്വേഷിച്ചു പോവും. അതിന്റെ സ്ട്രക്ചർ എന്താ, സ്ട്രക്ചറുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ, ബന്ധം എന്താന്നൊക്കെ അനലൈസ് ചെയ്ത് പോവും. ഓക്കെ, അത്രയേ ഉള്ളൂ. അത്രയൊന്ന് ആലോചിച്ചാൽ മതി. നൗ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതൊരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നാൻ, ചിലപ്പം അറിയാമായിരിക്കും. നോക്കിയേ, ടു ലെറ്റർ, ഇത് HSAയുടെ ക്വസ്റ്റ്യനിൽ ഞാൻ എടുത്തതാണ് കേട്ടോ. HSSTയുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, HSAയിൽ നിന്ന് എടുത്തതാണ് ഞാനിത്. നോക്കിയേ, ടു ലെറ്റർ ഗ്രാഫീംസ് ആർ കോൾഡ്. ഫൊനീംസ് ആണോ, ഡൈഗ്രാഫ്സ് ആണോ, ആലമോഫ്സ് ആണോ, ഡിസ്ഗ്രാഫി ആണോ? വാട്ട് ഇസ് ദി ആൻസർ? ഓക്കെ, ഒരാള് ഡിസ്ഗ്രാഫിയ പറഞ്ഞു എന്ന് തോന്നുന്നു, മറ്റൊരാള് ഡയഗ്രാഫ്സ് പറഞ്ഞു എന്ന് തോന്നുന്നു. എന്താണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് തോന്നുന്നത്? വാട്ട് ഇസ് ദി റൈറ്റ് ആൻസർ? ഡയഗ്രാഫ് പറഞ്ഞു, ആ ബി പറഞ്ഞല്ലേ? ബി തന്നെയാണ്, ഡയഗ്രാഫ് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരൂ, എന്താണ് ഈ ഡയഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഇസ് ഡയഗ്രാഫ്? എന്താണ് ഡയഗ്രാഫ്? എങ്ങനെയാണ് നമ്മൾ ഈ ഡയഗ്രാഫിനെ മനസ്സിലാക്കുക? വാട്ട് ഡു യു മീൻ ബൈ ഡയഗ്രാഫ്? ഡയഗ്രാഫ് എന്താ? ചുമ്മാ പറഞ്ഞതാണോ, കറങ്ങിക്കുത്തിയതാണോ, അതോ ടു ലെറ്റർ കണ്ടപ്പം ഡൈ എന്നുള്ള മീനിങ്? സിമ്പിൾ. ഓക്കെ, ഐ അപ്രിഷിയേറ്റ് ദാറ്റ്. ഐ അപ്രിഷിയേറ്റ്. അതാണ് പിള്ളേര്, അതാണ് ലോജിക്. ഓക്കെ, സി, ഡൈ എന്നുള്ള വാക്ക് കണ്ടിട്ടാണ് അതിലേക്ക് എത്തിയതെന്ന് എനിക്ക് അറിയാം. ബിക്കോസ് ഡൈ ഈസ് ഓൾവേസ് ഈക്വൽ ടു ടു അല്ലെ? അതെനിക്ക് മനസ്സിലായി. ബുദ്ധിമാൻ തന്നെ. ഓക്കെ, അപ്പൊ എന്താ
ബുദ്ധിമാൻ ബുദ്ധിമതി രണ്ടുപേരും. ഓക്കെ, നാലിസൺ. അപ്പൊ എന്താണ് ഈ ഗ്രാഫീംസ് എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്? ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നോക്കിയേ, CH അല്ലെങ്കിൽ പോട്ടെ GH എന്ന് പറയുന്ന രണ്ട് വേർഡ്സ്, അല്ലെങ്കിൽ SH എന്ന് പറയുന്ന രണ്ട് ലെറ്റേഴ്സ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ വൈറ്റ് ബോർഡിലേക്ക് പോവാണ്, തിരിച്ച് നമുക്ക് പ്രസന്റേഷനിലേക്ക് വരാം. സോ നമ്മൾ ഒന്നുകൂടെ വൈറ്റ് ബോർഡിലേക്ക് പോവാണ്, ശ്രദ്ധിച്ചോ കേട്ടോ. ലിസൺ ടു മീ. ലിസൺ. നോക്കിയടാ, വി ഹാവ്, ഞാനൊരു ടെക്സ്റ്റ് ബോക്സും കൂടെ ഇവിടെ വരയ്ക്കുവാണ്. ആൻഡ് ടെൽ മീ ഇഫ് ദാറ്റ് ഇസ് വിസിബിൾ ടു യു. കാണാമോ? ഇസ് ഇറ്റ് വിസിബിൾ ടു യു? ഇത് HSAക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇസ് ദ വൈറ്റ് ബോർഡ് വിസിബിൾ ടു യു? കാണാമോടാ? ഇസ് ഇറ്റ് വിസിബിൾ? ഓക്കെ, ലിസൺ. സോ രണ്ട് ലെറ്റേഴ്സ്. ഓക്കെ, ദീസ് ആർ ടു ലെറ്റേഴ്സ്. ആരൊക്കെയാണ്? C ആൻഡ് H. ഓക്കെ, C ആൻഡ് H. നൗ ഈ CH എന്ന് പറയുന്ന രണ്ട് ലെറ്റേഴ്സ് ഇല്ലേ, ദേ ആർ സ്റ്റാൻഡിങ് ഫോർ എ സിംഗിൾ സൗണ്ട്. ഒരൊറ്റ സൗണ്ടിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഏതാണ് ആ സൗണ്ട്? ch ആണ് അല്ലെ. ഇപ്പൊ തൽക്കാലം എനിക്ക് ആ ഇന്റഗ്രേഷൻ സൈൻ വരയ്ക്കാൻ പറ്റത്തില്ല, ഞാൻ ദാ ഇങ്ങനെ വരച്ചേക്കാം കേട്ടോ. ഓക്കെ, സോ CH എന്ന് പറയുന്ന രണ്ട് ലെറ്റേഴ്സ്, ദേ ആർ സ്റ്റാൻഡിങ് ഫോർ എ സിംഗിൾ സൗണ്ട് വിച്ച് ഇസ് ch. ഓക്കെ, ഈ പ്രതിഭാസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈഗ്രാഫ്. ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ട്, നോക്കിക്കേ. S ആൻഡ് H. ഓക്കെ, ഈ പറയുന്ന എസും എച്ചും ദേ ക്യാൻ സ്റ്റാൻഡ് ഫോർ എ സിംഗിൾ സൗണ്ട്. എന്താണെന്നറിയാമോ ആ സൗണ്ട്? ഇറ്റ് ഇസ് ഷ. ഷ. ഓക്കെ, നമ്മളെ മാത്സിൽ വട്ടം കറക്കിയ ഷ ആണ് ആ സൗണ്ട്. നോക്കിയേ. ഓക്കെ, ദിസ് ഇസ് എ ഫൊനീമിക്. ഓക്കെ, തൽക്കാലത്തേക്കുള്ള ഫൊനറ്റിക് സ്ക്രിപ്റ്റ് ആണിത്. നൗ സി CH രണ്ട് ലെറ്റേഴ്സ് ആണ്. ആ രണ്ട് ലെറ്റേഴ്സും കൂടി ഇറ്റ് ഇസ് സ്റ്റാൻഡിങ് ഫോർ എ സിംഗിൾ സൗണ്ട് വിച്ച് ഇസ് ch. ഓക്കെ, ചില സമയങ്ങളിൽ ഈ ച്നെ എന്തായിട്ടും പ്രൊനൗൺസ് ചെയ്യാറുണ്ട് നമ്മള്? ഖ ആയിട്ടും പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. റിമെമ്പർ കോയർ, കോയർ. ഓക്കെ, നൗ വി ഹാവ് SH എന്തോരം വാക്കാ ഉള്ളത്? വി ഹാവ് ഷിപ്പ്, റൈറ്റ്, ഷൂ, എക്സെട്ര. ഓക്കെ, പിടികിട്ടിയോ? ഇനി വി ഹാവ് അനദർ വേർഡ് ഗ്രൂപ്പിംഗ്, P ആൻഡ് H. ലെറ്റേഴ്സ് രണ്ടെണ്ണം ഉണ്ട്, പിയും എച്ചും. ഓക്കെ, സോ പിയും എച്ചും വെച്ച് നോർമലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സൗണ്ട് എന്താടാ? ഫ ആണ് അല്ലെ. ഇറ്റ് ഇസ് ഫ. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷനിൽ അത് ഫ ആണ്. ഗ്രാഫ്, graph, GRAPH, graph. Okay, or laugh, LAUGH, laugh. Okay, so ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡൈഗ്രാഫ് എന്ന് വിളിക്കുക. മനസ്സിലായോ? ടു ലെറ്റേഴ്സ് സ്റ്റാൻഡിങ് ഫോർ എ സിംഗിൾ സൗണ്ട്. ഇസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായോ നിങ്ങൾക്ക്? പിടികിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പിടികിട്ടിയോ? Did you understand what is digraph? Okay, you yourself can find out a number of examples. കേട്ടോ, ഒരുപാട് എണ്ണം ഉണ്ട്. ഇതിപ്പം തൽക്കാലത്തേക്ക് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ഇസ് ദാറ്റ് ക്ലിയർ ടു ഓൾ ഓഫ് യു? എല്ലാവർക്കും മനസ്സിലായോടാ? I hope it's clear. Okay, so if there is doubt, let me know. എല്ലാവർക്കും ഓക്കെ ആണോ? ഡയഗ്രാഫ് ക്ലിയർ ആയോ? ഓക്കെ, സോ അപ്പൊ ഇനി ഡയഗ്രാഫ് മറക്കൂലല്ലോ, ലോജിക് വെച്ച് ആൻസർ ചെയ്താലും മതി. പക്ഷെ എങ്ങാനും ഡയഗ്രാഫ് എന്താന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതണ്ടേ? ഓക്കെ, അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നത് കേട്ടോ. സോ ഡയഗ്രാഫ് മീൻസ് ടു ലെറ്റേഴ്സ്, ഓക്കെ, സ്റ്റാൻഡിങ് ഫോർ എ സിംഗിൾ സൗണ്ട്. ഈ ഡിസ്ഗ്രാഫിയ എന്താ അപ്പോ? വാട്ട് ഇസ് ഡിസ്ഗ്രാഫിയ? ഓക്കെ വിൻസി, താങ്ക് യു. ഡിസ്ഗ്രാഫിയ എന്താണ്? വാട്ട് ഇസ് ഡിസ്ഗ്രാഫിയ? അതൊരു ഡിഫോമിറ്റി ഇൻ റൈറ്റിംഗ് ആണ് കേട്ടോ. അതെ, ലേണിംഗ് ഡിസോർഡർ ആണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. അതായത് വേണമെന്ന് വെച്ചിട്ട് ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമാവുന്നതല്ല. ഈവൻ ഇഫ് ദേ ആർ ഹാവിംഗ് ദേ ആർ ഹാവിംഗ് ദിസ് മൈൻഡ് ടു റൈറ്റ് ഇറ്റ് പ്രോപ്പർലി, ലെജിബിളി എഴുതണമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ അവരെ കൊണ്ട് നടക്കത്തില്ല. അതിനെയാണ് ഡിസ്ഗ്രാഫിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതൊരു റൈറ്റിംഗ് ഡിസബിലിറ്റി ആണ്. അത് വേണമെന്ന് വെച്ചിട്ട് നടക്കുന്ന ലേസിനെസ് കൊണ്ടോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ടോ സംഭവിക്കുന്നതല്ല. അവര് പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ ശ്രമിച്ചാലും റൈറ്റിംഗ് ചിലപ്പം പ്രോപ്പർ ആയിട്ട് വരണമെന്നില്ല. ഓക്കെ, സോ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഡിസ്ഗ്രാഫിയ. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ് ഈ ആലമോഫ്സ് എന്ന് പറയുന്നത്? ടെൽ മീ വാട്ട് ഇസ് ആലമോഫ്സ്? വാട്ട് ആർ ആലമോഫ്സ്? ആലമോഫ്സിന്റെ ഡെഫിനിഷൻ പറഞ്ഞേ.
ഡീറ്റെയിൽഡ് ആയിട്ട് പോകും നമ്മൾ. ഓഫ്ലൈനിൽ അത് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഓൺലൈൻ അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. ആലോമോർഫ്സിന്റെ ഡെഫിനിഷൻ ഉണ്ട്. ആലോ ഡിഫറെന്റ്. ദ വേർഡ് ആലോ മീൻസ് ഡിഫറെന്റ്. ഇപ്പൊ ഡിഫറെന്റ് മോർഫീംസ് എന്നാണോ? എന്താണ് ആലോമോർഫ്സിന്റെ അർത്ഥം? വാട്ട് ആർ ആലോമോർഫ്സ്? ആ എക്സാക്ട്ലി, വേരിയൻസ് ഓഫ് എ മോർഫീം അല്ലെ. ഒരു മോർഫീമിന്റെ വേരിയൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ആലമോർഫ് എന്ന് പറയാ. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ നമ്മൾ അവിടേക്ക് എത്തും കേട്ടോ. പഠിച്ച ഓർമ്മയുണ്ടാവും, അവിടേക്ക് എത്തും എന്തായാലും. സോ ആലമോർഫ് എന്ന് പറഞ്ഞാൽ ഒരു മോർഫീമിന് തന്നെ ഡിഫറെന്റ് പ്രൊനൗൺസിയേഷൻസ് കാണും. ഓക്കെ, തൽക്കാലം അത്രയും മനസ്സിലാക്കുക. So these are called allomorphs കേട്ടോ. ഡിഫറെന്റ് റിയലൈസേഷൻസ് ഓഫ് എ മോർഫീം, അതിനെയാണ് allomorphs എന്ന് വിളിക്കുക. എടാ ഇതൊന്ന് വേഗം പറയാമോ? വെരി ഈസി ക്വസ്റ്റ്യൻ. What are the functional morphemes in the following sentence? The old man sat on a chair and told them tales of woe. ഏതൊക്കെയാണ് ഇതിനകത്തുള്ള ഫങ്ഷണൽ മോർഫീംസ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വാട്ട് ഇസ് ഇറ്റ്? ഫങ്ഷണൽ മോർഫീംസ് ഏതാണ്? ബി ആണ് അല്ലെ. ഇത് HSAക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫങ്ഷണൽ മോർഫീംസ് എന്ന് പറഞ്ഞാൽ ഇത്രയും നോക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ ഇപ്പം ഓൾഡ്, മാൻ, ചെയർ, ടെയിൽസ്, വോ എന്ന് പറയുന്ന വേർഡ്സ് എല്ലാം കണ്ടന്റ് വേർഡ്സ് ആണ്. വിച്ച് മീൻസ് അവർ ഒരുമിച്ച് നിന്ന ഒരു മിനിമം എമൗണ്ട് ഓഫ് മീനിങ് എങ്കിലും കമ്മ്യൂണിക്കേറ്റ് ആവും. ഓക്കെ, അല്ലെങ്കിൽ അവർക്കൊരു ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെന്റൻസിലെ മീനിങ് ഓഫർ ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? കണ്ടന്റ് വേർഡ്സ് എന്ന് പറയാ. അതങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഒരു സെന്റൻസിലെ മീനിങ് കണ്ടന്റ് സൈഡ് ഓഫർ ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ ഫോം ക്ലാസ് വേർഡ്സ് എന്ന് വിളിക്കുക. ഇനി ഗ്രാമാറ്റിക്കലായിട്ട് സ്ട്രക്ചർ കൊടുക്കുന്ന വേർഡ്സിനെയാണ് ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ ഈ സെന്റൻസിൽ ദ, ഓൺ, എ, ആൻഡ് ഈ പറയുന്നത് ഇത്രയും ആ സെന്റൻസിന് സ്ട്രക്ചർ കൊടുക്കുന്ന അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ ഫങ്ഷൻ ഓഫർ ചെയ്യുന്ന വേർഡ്സ് ആണ്. ഓക്കെ, സോ ദേ ആർ കോൾഡ് എസ് ഫങ്ഷൻ ക്ലാസ് മോർഫീംസ്. കേട്ടോ, ഇസ് ദാറ്റ് ക്ലിയർ ടു യു? മനസ്സിലായോടാ? ഫോം ക്ലാസും ഫങ്ഷൻ ക്ലാസും ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ആണ് ലിംഗ്വിസ്റ്റിക്സിന്റെ. എടാ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അഗൈൻ HSA ആണ്. What is the basic lexical relationship between the following pair of words? Table and furniture. Homophony ആണോ, ഹൈപ്പനമി ആണോ, ആന്റണിംസ് ആണോ? ഓ യെസ്, ഞാൻ ആൻസർ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്താണ് ഈ ഹൈപ്പനമി എന്ന് പറഞ്ഞ? ഹൈപ്പനമി എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഈ ടേബിളും ഫർണിച്ചറും തമ്മിലുള്ള ബന്ധം ഒന്ന് പറഞ്ഞു തന്നെ എനിക്ക്. വാട്ട് ഈസ് ഹൈപ്പനമി? ഹൈപ്പനമി എന്താ? നമ്മള് സിനോണിംസ്, ഹൈപ്പനംസ്, ഹോമനംസ്, ഹോമോഫോൺസ് ഇങ്ങനെ കുറെ വേർഡ്സ് പഠിക്കാറുണ്ട് അല്ലെ. അതിൽ ഈ ഹൈപ്പനമി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഹൈപ്പനമി? നോക്കിയേ, ഇപ്പോ റോസും ഫ്ലവറും ഇങ്ങനത്തെ സംഗതിയില്ല. അതായത് റോസ് ബിലോങ്സ് ടു ദ ക്ലാസ് കോൾഡ് ഇസ് ഫ്ലവേഴ്സ്. ഓക്കെ, ഇനി ഇപ്പം ഫോർ എക്സാമ്പിൾ ടൈഗർ, ആനിമൽ, ഇങ്ങനത്തെ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഹൈപ്പനമി എന്ന് പറയുന്നത് കേട്ടോ. മറന്നു പോകരുത്. Tiger is an item which belongs to the class called as animals. ഒരു ഇൻഡിവിജ്വൽ, അതിന്റെ ഗ്രൂപ്പ്, ഇൻഡിവിജ്വലും ഗ്രൂപ്പും, അതാണ് ഹൈപ്പനമി എന്ന് പറയുന്നത്. ഓക്കെ, സോ റോസ്, ഫ്ലവേഴ്സ്, ടൈഗർ, ആനിമൽസ്, ക്രോ, ബേർഡ്സ്, ടേബിൾ, ഫർണിച്ചർ. മനസ്സിലാവുന്നുണ്ടോ? ഇൻഡിവിജ്വലും അതിന്റെ ഗ്രൂപ്പും ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൈപ്പനമി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഹൈപ്പനമി ഓക്കെ ആണോ? ഹൈപ്പനമി ഓക്കെ ആണോടാ? മനസ്സിലായോ? ഇഫ് ദർ ഇസ് ഡൗട്ട് പ്ലീസ് ആസ്ക് മീ. ഓക്കെ, നൗ ഹോമോഫോൺസ് എന്താണ്? ഹോമോഫോൺസ് എന്താണ്? വാട്ട് ആർ ഹോമോഫോൺസ്? ഹോമോഫോൺസ് നോക്ക്, അത് ആ വേർഡിൽ തന്നെ ഉണ്ട്. കൺഫ്യൂഷന്റെ ഒന്നും ആവശ്യമില്ല. ചിലർക്ക് ഹോമോനിമും ഹോമോഫോൺസും തമ്മിൽ തെറ്റിപ്പോവും. ഹോമോഫോൺ എന്ന് പറഞ്ഞാൽ അതെ എക്സാക്ട്ലി സെയിം സൗണ്ട് ആണ്. ഹോമോ ദ വേർഡ് മീൻസ് സെയിം, ഫോൺ മീൻസ് സൗണ്ട്. അപ്പം ഒരുപോലെ സൗണ്ട് ചെയ്യുന്ന വേർഡ്സ്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ FLOUR ഫ്ലവർ, FLOWWER ഫ്ലവർ. നോക്കിയേ, FLOUR നമ്മൾ മാവ് എന്ന് പറയുന്ന, ചിലത് ഫ്ലോർ എന്ന് പറയാറുണ്ട്, അത് തെറ്റായ പ്രൊനൗൺസിയേഷൻ ആണ്. ഫ്ലവർ എന്ന് തന്നെയാണ് വേർഡ്. ഓക്കെ, അതെ, I പിന്നെ SEECയും SEACയും ഇതെല്ലാം ഹോമോഫോൺസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സിനോണിമും ആന്റണിമും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആന്റണിം
അതെ, പിന്നല്ല. വൺ വൺ ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ആന്റണിം ഓപ്പോസിറ്റ് ആണ്, സിനോണിം സിമിലർ മീനിങ്. ഓക്കെ, എന്നാ ഇത് പറയൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഡിസ്ക്രൈബ്സ് പോളിസെമി ഇൻ ദ ബെസ്റ്റ് വേ? HSA ആണ്. The pen is mightier than the sword. Yes, I love those. I hate a whole box on Sunday. Computer chips are an important new technology. The bookstore has some new titles in linguistics. ഇതിൽ ഏതാണടാ പോളിസെമിയുടെ എക്സാമ്പിൾ? ബി. വൈ ബി? എന്തുകൊണ്ടാണ് ബി പറഞ്ഞത്? വൈ ബി? എന്തുകൊണ്ടാണ് ബി പറഞ്ഞത്? അനു സി എന്ന് പറയുന്നുണ്ട്. ഇപ്പോ രണ്ടുപേര് രണ്ട് ആൻസേഴ്സ് ആയി. എന്താണ് ഈ ബിയു ആയി? ആർക്കെങ്കിലും ഒരാളിന് എയും കൂടെ ചൂസ് ചെയ്യാം കേട്ടോ. ബിയും സിയും ഡിയും ആയിട്ടുണ്ട്. ഒരാൾ എയും കൂടെ പറഞ്ഞ സെറ്റായി. ഓക്കെ, എന്താണടാ ഈ പോളിസെമി എന്ന് പറഞ്ഞ? സി, സെമി ഓർത്തിരിക്കാൻ എളുപ്പം. സെമി സെമാന്റിക്സ് മീനിങ് എന്ന് ഓർക്കുക. ഓക്കെ, പോളി എന്ന വാക്കിന്റെ അർത്ഥം മെനി എന്നാണ്. ഓക്കെ, അപ്പോ മെനി മീനിങ്സ് എന്ന് ഓർക്കുക. ഓക്കെ, പോളിസെമി മീൻസ് മെനി മീനിങ്സ്. അതായത് ഒരു വാക്കിന് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ റിലേറ്റഡ് മീനിങ്സ്. ഓക്കെ, ഞാൻ പറയണ ശ്രദ്ധിച്ച് കേൾക്കണം. പോളിസെമി എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ മീനിങ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിലേറ്റഡ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞു. ഓക്കെ, നാ ലിസൺ ടു മീ. ഇപ്പോ ഞാൻ പറയാണ് ഹെഡ്. ഓക്കെ, ഹെഡ് എന്നുള്ള വേർഡ് ഒരു പോളിസെമിക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഹെഡ് എന്ന് ഞാൻ പറയുമ്പോൾ ഇറ്റ് ക്യാൻ ഈദർ മീൻ നമ്മുടെ തല അല്ലെ, നമ്മുടെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ബോഡി, ആ ഹെഡ് ആവാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ, ഇപ്പം ദ ഹെഡ് ഓഫ് ദ പെൻ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാപ്പ് ഇരിക്കുന്ന പോർഷൻ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്ത് മീനിങ് ഉണ്ട്? ദി ഇമ്പോർട്ടന്റ് പേഴ്സൺ ഓഫ് എൻ ഓർഗനൈസേഷൻ എന്ന് മീനിങ് ഉണ്ട്. കണ്ടോ? അപ്പോ ഹെഡ് എന്നുള്ള വാക്ക് പോളിസെമിക് എക്സാമ്പിൾ ആണ്. അതായത് ഹെഡിന് മൾട്ടിപ്പിൾ മീനിങ്സ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം റിലേറ്റഡ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹെഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് അവർ ബോഡി അല്ലേ? നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടിനെയാണ് എന്ത് പറയാ? ഹെഡ് എന്ന് പറയാ. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ഹെഡ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ. ഓക്കെ, ഓർ ദ പ്രൈമറി പാർട്ട് ഓഫ് എനിത്തിങ്, അതിനെയാണ് നമ്മൾ ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ കൺഫ്യൂഷൻ വരരുത്. ഒരു വേർഡിന് മൾട്ടിപ്പിൾ മീനിങ്സ് ഉണ്ടാവും. പക്ഷെ ഈ മീനിങ്സ് എല്ലാം somehow they will be related. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലാവുന്നുണ്ടോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? പോളിസെമി ക്ലിയർ ആണോ? ഒരു വേർഡ്, ആ വേർഡിന് റിലേറ്റഡ് ആയിട്ടുള്ള പല മീനിങ്സ് ഉണ്ടാവാം. ഹെഡ് ക്യാൻ ബി ലീഡർ, ഹെഡ് ക്യാൻ ബി ദ പാർട്ട് ഓഫ് യുവർ ബോഡി ആസ് വെൽ. ക്ലിയർ ആയോ അത്? ഓക്കെ, ഇതിനെ മറ്റതുമായിട്ട് മിക്സ് ചെയ്യരുത്. ഓക്കെ, വി ഹാവ് ഡിഫറെന്റ് തിങ്സ് അല്ലെ? പോളിസെമിയുമായിട്ട് ചേർന്ന് വരുന്ന വേറെ വേർഡ്സ് ഉണ്ട്. തമ്മിൽ കൺഫ്യൂസ്ഡ് ആക്കരുത് കേട്ടോ. ഇപ്പൊ പോളിസെമി ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ ആ ഹോൾ ബോക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ബോക്സ് എന്ന് പറയുമ്പോൾ എന്തും ആവാം. ഓക്കെ, സോ അവിടെ ഒരു മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷനുള്ള പോസിബിലിറ്റി ഉണ്ട്, മൾട്ടിപ്പിൾ മീനിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പോളിസെമി ആവുന്നത്. ബാക്കിയെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിയടാ, a word of one type, usually a noun, is reduced to form another word of a different type is called dash. കൺവേർഷൻ ആണോ, ബാക്ക് ഫോർമേഷൻ ആണോ, ബ്ലെൻഡിങ് ആണോ, ഡെറിവേഷൻ ആണോ? വേഗം ആൻസർ പറയാമോ? നൗണിൽ നിന്ന് വേർബ് ഉണ്ടാക്കുക. യൂഷ്വലി എപ്പോഴും വേർബിൽ നിന്നാണ് നമ്മൾ നൗണിലേക്ക് പോവുക. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ സംഗതിയില് നൗണിൽ നിന്ന് നമ്മൾ വേർബിലേക്ക് പോകും. വേർഡ് ഫോർമേഷന്റെ ഒരു കാറ്റഗറിയാണ് കേട്ടോ അത്. വേർഡ്സ് നമുക്ക് പല രീതിയിൽ ഫോം ചെയ്യാം. അതിലൊരു കാറ്റഗറിയാണ് ഇത്. കൊടുത്തിരിക്കുന്ന മുഴുവനും വേർഡ് ഫോർമേഷന്റെ ചോയ്സസ് ആണ്. കൺവേർഷൻ, ബാക്ക് ഫോർമേഷൻ, ബ്ലെൻഡിങ്, ഡെറിവേഷൻ. ഏതാണ് ആൻസർ? ഒരാള് ബ്ലെൻഡിങ് പറഞ്ഞു, കുറച്ചു പേര് ബി പറഞ്ഞു. ഓക്കെ, നോക്ക്, ഞാൻ പറഞ്ഞതിൽ തന്നെ ഉണ്ട് ഉത്തരം. ഓക്കെ, നോർമലി നമ്മള് വേർബിൽ നിന്നാണ് നൗണിലേക്ക് പോവുക. ഓക്കെ, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ദ പേഴ്സൺ ഹു ടീച്ചേഴ്സ് ബിക്കം ടീച്ചർ. ഓക്കെ, ആരാണോ പഠിപ്പിക്കുന്നത്, ദ പേഴ്സൺ ഹു ടീച്ചേഴ്സ് ബിക്കം ടീച്ചർ. അപ്പൊ എന്ത് സംഭവിച്ചു? വേർബിൽ നിന്ന് നമ്മൾ നൗണിലേക്ക് പോയി. ഓക്കെ, ഇവിടെ പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിൽ നമ്മൾ നൗണിൽ നിന്ന് വേർബിനെ ഉണ്ടാക്കും.
ഓക്കെ, നൗണിൽ നിന്ന് വേർബിനെ ഉണ്ടാക്കും. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ എഡിറ്റർ എന്ന് പറയുന്ന നൗൺ ഉണ്ട് എന്ന് വിചാരിക്കട്ടെ. ഓക്കെ, ആ എഡിറ്റർ എന്ന് പറയുന്ന നൗണിലെ ആറിനെ കളഞ്ഞിട്ട് നമ്മൾ ആ എഡിറ്റർ ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കും? എഡിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ദി ആക്ഷൻ ദാറ്റ് ഇസ് ഡൺ ബൈ ദി എഡിറ്റർ ഇസ് നൗ കോൾഡ് എഡിറ്റിംഗ്, അല്ലെങ്കിൽ എഡിറ്റ് എന്ന് വിളിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അത് നോർമലി ഐഡിയലി എങ്ങനെ പോണം? ഒരു വേർബിൽ നിന്ന് നൗൺ ഉണ്ടാവണം. ടീച്ച്, ടീച്ചർ. വർക്ക്, വർക്കർ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോടാ? പക്ഷേ ബാക്ക് ഫോർമേഷനിൽ എന്താ സംഭവിക്കുന്നത്? വേർബിൽ നിന്ന് നൗണിൽ നിന്ന് വേർബ് ഫോം ചെയ്യും. അതായത് എഡിറ്ററിൽ നിന്ന് എഡിറ്റ് ഫോം ചെയ്യുക, ഓപ്പറേറ്ററിൽ നിന്ന് ഓപ്പറേറ്റ് ഫോം ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടോ? അത് മനസ്സിലായോ? ബാക്ക് ഫോർമേഷൻ ക്ലിയർ ആയോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓൾ ഓഫ് യു? ഓക്കെ. ഇനി എന്തുകൊണ്ടത് ബ്ലെൻഡിങ് ആയില്ല എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ ബ്ലെൻഡിങ് അത് ആ വേർഡിൽ തന്നെ ഉണ്ട്. ബ്ലെൻഡിങ്ങിന്റെ അർത്ഥം എന്താണ്? നമ്മൾ രണ്ടെണ്ണം തമ്മിൽ ചേർക്കുക അല്ലെ. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ബ്രഞ്ച്. പോർട്ട്മാൻറ്റോ വേർഡ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. അതാണ് ബ്ലെൻഡിങ്. ഓക്കെ, സോ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ബ്രഞ്ച്. ഓക്കെ, സ്മോക്കും ഫോഗും കൂടി സ്മോഗ്. അതാണ് ബ്ലെൻഡിങ്. ഓക്കെ, സോ രണ്ടെണ്ണത്തിനെ തമ്മിൽ കോമ്പൈൻ ചെയ്ത് യൂഷ്വലി ഫസ്റ്റ് വേർഡിന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് വേർഡിന്റെ ലാസ്റ്റ് പാർട്ടും കൂടെ ചേർത്തെടുത്താണ് നമ്മൾ എന്ത് ചെയ്യുക? ബ്ലെൻഡിങ് ഉണ്ടാക്കുക. ഓക്കെ, സോ ദാറ്റ് ഇസ് ബ്ലെൻഡിങ്. കൺവേർഷൻ എന്താണ്? കൺവേർഷൻ നമുക്ക് പെട്ടെന്ന് തീർക്കാട്ടോ. കൺവേർഷൻ എന്താണ്? വാട്ട് ഇസ് കൺവേർഷൻ? കൺവേർഷൻ എന്താണെടാ? അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു വേർഡിനെ തന്നെ നമ്മൾ പല കാറ്റഗറിയിലും യൂസ് ചെയ്യും. അതെ, നൗൺ ആൻഡ് വേർബ് സ്വിച്ചിങ്. വെരി ഗുഡ്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഒബ്ജെക്ട്. ഓക്കെ, ഒബ്ജെക്ട്. ഒബ്ജക്റ്റിന് നമുക്കൊരു നൗൺ ആയിട്ടും യൂസ് ചെയ്യാം, വേർബ് ആയിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഈ കോടതികളിലൊക്കെ കണ്ടിട്ടില്ലേ ഐ ഒബ്ജെക്ട് യുവർ ഓണർ എന്ന് പറയുന്നത്? അവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു വേർബ് ആണ്. അവിടെ സ്ട്രെസ്സിലാണ് വ്യത്യാസം വരുന്നത്. അത് നമ്മൾ സ്ട്രെസ് പഠിക്കുമ്പോൾ പഠിക്കും. ഓക്കെ, സോ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നൗൺ ആണ്. പക്ഷെ ആ നൗണിനെ നമുക്ക് എന്തായിട്ടും യൂസ് ചെയ്യാം? വേർബ് ആയിട്ടും യൂസ് ചെയ്യാം. പ്രസന്റ്, പ്രസന്റ്. ഓക്കെ, ഐ ഗേവ് ഹർ എ പ്രസന്റ് ഒരു വേർഡ് നൗൺ ആണ്. ഷീ ഈസ് പ്രിസെന്റിങ് അല്ലെങ്കിൽ ഷീ ഈസ് ടു പ്രിസെന്റ് ദ പ്രോജക്ട്. ഓക്കെ, അവിടെ പ്രിസെന്റ് എന്തായി പോയി? വേർബ് ആയി പോയി. ഓക്കെ, അപ്പൊ ഒരു വേർഡ് തന്നെ നൗൺ ആയിട്ടും വേർബ് ആയിട്ടും വരുന്നതിനെയാണ് എന്ത് പറയാ? കൺവേർഷൻ എന്ന് പറയാ. വെരി ഗുഡ് നബീല. പ്രൊഡ്യൂസ് ഒരു നല്ല എക്സാമ്പിൾ ആണ്. ദി അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് വാസ് സോ ലോ ദിസ് ഇയർ. അവിടെ അത് നൗൺ ആണ്. ഓക്കെ, ഷീ പ്രൊഡ്യൂസ്ഡ് ദ വിറ്റ്നസ്. അവിടെ അത് വേർബ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഈ പറഞ്ഞ പോലെ കൺവേർഷൻ എന്ന് പറയാ. ക്ലിയർ ആണോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇസ് ദാറ്റ് ഫൈൻ? ക്ലിയർ? ഓക്കെ ആണോടാ മൂന്നും? ഓക്കെ. Okay. So the answer is, yeah. So അടുത്ത് നോക്കിയേ. The final sounds of laugh, cough and the initial sound of photo are examples of dash. Okay. The final sounds of laugh, cough and the initial sounds of photo are examples of dash. Dental ആണോ ആൽവിയോ പാലറ്റൽ ആണോ? നമ്മൾ പഠിച്ച പോർഷൻ ആണ്. വീലാർ ആണോ ലേവിയോ ഡെന്റൽ ആണോ? ആ, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. ഐ എം വെരി ഹാപ്പി. ഓക്കെ, സി എടാ, ആദ്യം നമ്മൾ സൗണ്ട് ഐഡന്റിഫൈ ചെയ്യണം. ലാഫിലും കോഫിലും ഫോട്ടോയിലും വരുന്ന സൗണ്ട് ഏതാ? ഫ. ഓക്കെ, ആൻഡ് നമ്മൾ പെർട്ടിക്കുലർലി പഠിച്ചതാണ് ഫ എന്ന് പറയുന്ന ഒരു ലേബിയോ ഡെന്റൽ സൗണ്ട് ആണ് അല്ലെ. ആരൊക്കെയാണ് ആർട്ടിക്കുലേറ്റിംഗ് ഓർഗൻസ് പറഞ്ഞേ? ലേബിയോ ഡെന്റലിൽ ആരൊക്കെയാ വരുന്നേ? ലേബിയോ ആവുമ്പോ ഒബ്വിയസ്ലി ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ ആരാ? ഹു ഇസ് ദി ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ ഇൻ ലേബിയോ ഡെന്റൽ സൗണ്ട്? ലിപ്സ്. വെരി ഗുഡ്. ഡെന്റൽ ആവുമ്പോ ആരായിരിക്കും? ദി അപ്പർ റോ ഓഫ് ദി ഫ്രണ്ട് ടീത്ത് അല്ലെ. അപ്പർ റോ ഓഫ് ദി ഫ്രണ്ട് ടീത്ത് രണ്ടുപേരും കൂടെ ചേർന്നാണ് ഫ എന്ന് പറയുന്ന സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബാക്കി നിങ്ങൾക്ക് അറിയാം. വീലാർ എങ്ങനെയാ പ്രൊഡ്യൂസ്ഡ് ആവുന്നത്? വീലാർ സൗണ്ട്സ്. വീലാറിൽ ആരാ ഉള്ളത്? ഹു ആർ വീലാർ സൗണ്ട്സ്? വീലാറിൽ ആരാ ഇൻവോൾവ് ആവുന്നേ? Very good. Soft palate. Okay. Soft palate is otherwise called as velar. Soft palate
പാരലൽ ആയിട്ടുള്ള ടങ്ങിന്റെ പോർഷൻ ബാക്ക് ആണ്. ബാക്ക് പാർട്ട് ഓഫ് ദി ടങ്ങും സോഫ്റ്റ് പാലറ്റും കൂടെ ചേർന്നിട്ടാണ് വീലാർ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലേബിയോ ഡെന്റൽ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. Many of the common English words have two or more forms of pronunciation, one strong form and one or more weak forms. This phenomenon is termed as dash, gradation, transition, calibration, syncopation. എല്ലാരും കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നുണ്ട്. ഗ്രഡേഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്. സി, ഒന്നുമില്ല, നമ്മള് ചില വേർഡ്സ് ഉണ്ട് അല്ലെ, അതായത് ചില വേർഡ്സിന് സ്ട്രോങ് ഫോമും ഉണ്ട് വീക്ക് ഫോമും ഉണ്ട്. ഓക്കെ, ഒരു കുഞ്ഞ് എക്സാമ്പിൾ അത് മനസ്സിലാകും. AND, ആൻഡ്, ആൻഡ്, AND, ആൻഡ് എന്നാണ് നമ്മുടെ അതിന്റെ സ്ട്രോങ് ഫോം എന്ന് പറയുന്നത്. അതിലെ എല്ലാ സിലബിൾസും എല്ലാ സൗണ്ട്സും പ്രോമിനന്റ് ആയിട്ട് കേൾക്കും. ആൻഡ്. ഓക്കെ, ഇതേ ആൻഡിനെ നമ്മളെടുത്ത് കണക്റ്റഡ് സ്പീച്ചിൽ ഇടുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയാമോ? അതിന്റെ സ്ട്രോങ് ഫോം മാറിയിട്ട് അതിന്റെ അവിടെ ഇവിടെയുള്ള സൗണ്ട്സ് ഒക്കെ നമ്മൾ കട്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, I had bread and jam for breakfast. Okay, I had bread and jam for breakfast. അവിടെ നോക്ക്, നിങ്ങൾ ആ സൗണ്ടും പ്രോപ്പർ ആയിട്ട് കേൾക്കുന്നില്ല, ഡ സൗണ്ടും കേൾക്കുന്നില്ല. ഈ പറയുന്ന ആൻഡ് എന്ന് പറയുന്ന സൗണ്ടിനെ നമ്മളൊരു കുഞ്ഞൻ എന്നിലേക്ക് മാറ്റി, ന സൗണ്ടിലേക്ക് മാറ്റി അല്ലെ. ഐ ഹാഡ് ബ്രെഡ് ആൻഡ് ജാം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ആൻഡ് ജാം. അപ്പൊ എന്ത് സംഭവിച്ചു? ബ്രെഡ് ആൻഡ് ജാം എന്നല്ല, ബ്രെഡ് ആൻഡ് ജാം. അപ്പം ആൻഡ് എന്നുള്ള സ്ട്രോങ് ഫോം മാറിയിട്ട് ആൻ എന്ന് പറയുന്ന ഒരു വീക്ക് ഫോമിലേക്ക്, അല്ലെങ്കിൽ ന എന്ന് പറയുന്ന ഒരു വീക്ക് ഫോമിലേക്ക് മാറി. ഓക്കെ, സോ ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രഡേഷൻ. ക്ലിയർ ആയോ? ദിസ് ഇസ് കോൾഡ് ഗ്രഡേഷൻ. ഈ പറഞ്ഞ പോലെ ഓഫ്, ഓഫ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ കണക്റ്റഡ് സ്പീച്ചിൽ വരുമ്പോ ഓഫ് എന്നാവാറുണ്ട്, ഓഫ് എന്നാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ചില വേർഡ്സ് അതിന് സ്ട്രോങ് ഫോമും ഉണ്ട് വീക്ക് ഫോമും ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രഡേഷൻ. ക്ലിയർ ആണോടാ? മനസ്സിലായോ? പിടികിട്ടിയോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഗ്രഡേഷൻ പിടികിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? All of you? ഓക്കെ, സിങ്കോപ്പേഷൻ. സിങ്കോപ്പേഷൻ എന്താണ്? ചില സൗണ്ട്സിനെ നമ്മൾ കളയും. ഓക്കെ, ചില വേർഡ്സിലെ ചില സൗണ്ട്സിനെ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് ഞാൻ പറയുന്നേ ഉള്ളൂ. ചില സൗണ്ട്സിനെ നമ്മൾ എന്ത് ചെയ്യും? ലൂസ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഫാമിലി. ഫാമിലി എന്താ പറയാ? അതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെയാ? ഫാമിലി. മേന് ശേഷം ഒരു ഇ സൗണ്ട് ഉണ്ട്, ലേന് ശേഷം ഒരു ഇ സൗണ്ട് ഉണ്ട്. ഓക്കെ, സോ ഐ ഹാവ് കം വിത്ത് മൈ ഫാമിലി. ഓക്കെ, ഇപ്പൊ എന്ത് സംഭവിച്ചു? ഫാമിലി എന്നുള്ള വാക്കിന്റെ മേന് ശേഷമുള്ള ഈ സൗണ്ടിനെ നമ്മൾ കളഞ്ഞു കണക്റ്റഡ് സ്പീച്ചിൽ. നോക്ക്, ഫാമിലി, 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 ഫാമിലി ആയിപ്പോയി. ഓക്കെ, ഫാമിലി. കഴിഞ്ഞിട്ടുള്ള ഈ സൗണ്ട് കണക്റ്റഡ് സ്പീച്ചിൽ വരുമ്പോ, അല്ലെങ്കിൽ കാലക്രമേണ എന്ത് സംഭവിക്കും? ഈ കളഞ്ഞിട്ട് ഫാമിലി എന്നാവും. കഴിഞ്ഞ ഈ സൗണ്ട് വരത്തില്ല. ഓക്കെ, സോ ഫാമിലി, ഫാമിലി. ക്യാമറ, ക്യാമറ. ക്യാമറ, ക്യാമറ. ആ മേന് ശേഷം ഒരാളുണ്ട്, പക്ഷെ നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിനെ അവോയ്ഡ് ചെയ്യും. സോ ഇങ്ങനെ അവിടെ അവിടെ ആയിട്ട് ഈ പറയുന്ന സൗണ്ട്സിനെ ഒഴിവാക്കുന്ന പ്രോസസ്സിനെയാണ് സിങ്കോപ്പേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഓക്കെ ആണോടാ? ക്ലിയർ ആണോ അത്? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? സിങ്കോപ്പേഷനും ഗ്രഡേഷനും ക്ലിയർ ആണോ? ഗ്രഡേഷൻ സ്ട്രോങ് ഫോമും വീക്ക് ഫോമും. സിങ്കോപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്കിലെ ഒരു വവൽ സൗണ്ടിന് നമ്മൾ ചിലപ്പോൾ മിസ് ചെയ്യും. ഇത് സിങ്കോപ്പേഷൻ ആണ്. ചില സൗണ്ട്സ് നമ്മൾ കളയും. ഓക്കെ, ഇതൊന്ന് പറയാമോ? ഒരു 2 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അത് ഞാൻ PPT ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഞാൻ നോക്കിയോ, 1 hour ആയിരിക്കും ചിലപ്പോ ടൈം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ PPT ഷെയർ ചെയ്ത് തരാം. ഇതും കൂടെ പറയൂ. Which method emphasizes linguistic competence and performance? Structural approach, communicative approach, natural approach, grammar translation method. കോമ്പീറ്റൻസും പെർഫോമൻസും ഏതിലാ വരുന്നേ? കമ്മ്യൂണിക്കേറ്റീവിലാണോ അതോ സ്ട്രക്ചറൽ അപ്രോച്ചിലാണോ? അയ്യോ, വീഡിയോ കട്ടായി. ഒരു സെക്കൻഡേ, പറയൂ.
ഏത് അപ്രോച്ചിലാണെടാ വരുന്നത്? എന്താണ് കോമ്പീറ്റൻസ്, എന്താണ് എന്താണ് കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ് മീനിങ് എന്താണ്, അതൊന്ന് പറയാമോ? കോമ്പീറ്റൻസ് എന്താണ്? വാട്ട് ഇസ് കോമ്പീറ്റൻസ്? ആ, ലങ് ആൻഡ് പരോള് പോലെയാണല്ലേ. അപ്പൊ അത് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് ആണോ സ്ട്രക്ചറൽ അപ്രോച്ച് ആണോ? ഇസ് ഇറ്റ് സ്ട്രക്ചറൽ അപ്രോച്ച് ഓർ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്? ഇന്നർ സ്ട്രക്ചറും ഔട്ടർ സ്ട്രക്ചറും തമ്മിലുള്ള ബന്ധമല്ലേ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാസ്റ്ററി ദാറ്റ് യു ഹാവ് ഓവർ എ ലാംഗ്വേജ് അല്ലെ. ഇപ്പം ഇംഗ്ലീഷ് ഭാഷ നിങ്ങൾക്ക് എത്രത്തോളം നന്നായിട്ട്, ഹൗ മച്ച് യു നോ ദി ലാംഗ്വേജ്. ഓക്കെ, സോ നിങ്ങൾ ആ ലാംഗ്വേജിനെ നിങ്ങൾക്ക് എത്രത്തോളം അറിയാം എന്നുള്ളതാണ് കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. മാസ്റ്ററി ഓവർ എ ലാംഗ്വേജ്. ഓക്കെ, ഇനി ആ അറിവ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ആ അറിവ് നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെർഫോമൻസ് എന്ന് വിളിക്കുക. ഓക്കെ, നിങ്ങൾ പറഞ്ഞതാണ് ശരി. ലങ്ങും പരോളിന്റെയും ഒരു ഓൾട്ടർനേറ്റ് നോം ചോംസ്കി വേർഷനാണ് കോമ്പീറ്റൻസും പെർഫോമൻസും എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എന്താ അതിന്റെ അർത്ഥം? കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ ഹൗ വെൽ യു നോ എ പെർട്ടിക്കുലർ ലാംഗ്വേജ്, ഹൗ മച്ച് മാസ്റ്ററി യു ഹാവ് ഓവർ എ പെർട്ടിക്കുലർ ലാംഗ്വേജ്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം ഒരു ഭാഷയിൽ, അതിനെ നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ, അത് സംസാരിക്കുമ്പോൾ, എഴുതുമ്പോൾ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെർഫോമൻസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ സ്ട്രക്ചറൽ അപ്രോച്ച് ആണ് കേട്ടോ. ക്ലിയർ ആയോ? ക്ലിയർ ആയോടാ? കോമ്പീറ്റൻസും ലങ്ങും തമ്മിലൊരു വ്യത്യാസമുണ്ട്, അത് മറന്നു പോകരുത്. ലങ് എന്ന് പറഞ്ഞാൽ അണ്ടർലൈയിങ് സ്ട്രക്ചർ ഓഫ് എ ലാംഗ്വേജ് ആണ്. ഓക്കെ, ഒരു ലാംഗ്വേജിന്റെ ഓൾ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിന്റെ ഗ്രമാറ്റിക്കൽ സിസ്റ്റം, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലങ് എന്ന് വിളിക്കുക. ഓക്കെ, ആ ലങ് നിങ്ങൾക്ക് എത്രത്തോളം അറിയാം അതാണ് കോമ്പീറ്റൻസ്. ഓക്കെ, ദ മാസ്റ്ററി ദാറ്റ് യു ഹാവ് ഓവർ എ ലാംഗ്വേജ്. ഓക്കെ, നിങ്ങൾക്ക് ലങ് നന്നായിട്ട് അറിയാമോ ഇല്ലയോ, അതാണ് കോമ്പീറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? സ്ട്രക്ചറൽ അപ്രോച്ച് ആണ് ആൻസർ. ക്ലിയർ ആയോ? അത് പിടികിട്ടിയോ? ഓക്കെ ആണോടാ? പിടികിട്ടിയോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലങ് ആൻഡ് കോമ്പീറ്റൻസ്? ഹൗ വെൽ യു നോ ലങ്, ഹൗ വെൽ യു നോ ദ ലാംഗ്വേജ്, അതാണ് കോമ്പീറ്റൻസ്. കേട്ടോ, തെറ്റിപ്പോരുത്, രണ്ടും മാറിപ്പോരുത്. രണ്ടും സെയിം ആണെന്ന് കരുതി ലങ് ഇസ് ഈക്വൽ ടു കോമ്പീറ്റൻസ് എന്ന് എഴുതി വെക്കരുത്. ലങ് എത്രത്തോളം അറിയാം അതാണ് കോമ്പീറ്റൻസ്. കേട്ടോ, ഒരു ക്വസ്റ്റനും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഗോ ഫോർ എന്താണ്, ഞാൻ PPT ഷെയർ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊന്ന് പറയാമോ? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എ ട്രൈസിലബിക് വേർഡ്? ഡോക്ടർ, ഇക്കോണമി, ഇംപേഷ്യന്റ്, മെഷർ. ഇതിൽ ഏതാണ് ട്രൈസിലബിക് വേർഡ്? ട്രൈസിലബിക് എന്ന് പറഞ്ഞാൽ 3 സിലബിൾസ് വരണം. സിലബിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? വവൽ സൗണ്ട്സ് നോക്കിയാൽ മതി. ആ, റൈറ്റ് ആയിട്ട് എല്ലാവരും ആൻസർ പറഞ്ഞു. ഡോക്ടർ എത്ര സിലബിൾസ് ഉണ്ട്? 2. O and A. ഇക്കോണമി എത്ര സിലബിൾസ് ഉണ്ടടാ? എത്ര സിലബിൾസ് ഉണ്ട് ഇക്കോണമിയില്? ഇക്കോണമി എത്ര സിലബിൾസ് ഉണ്ട്? 4 ഉണ്ട് അല്ലെ? ഇംപേഷ്യന്റിലാണ് 3 സിലബിൾസ് ഉള്ളത്. മെഷറിൽ എത്ര സിലബിൾസ് ഉണ്ടെന്ന് പറഞ്ഞേ? ഹൗ മെനി സിലബിൾസ് ആർ ദെയർ ഇൻ മെഷർ? 2. വെരി ഗുഡ്. മെഷർ എ ആൻഡ് എ. എയും എ മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് എ ട്രൈസിലബിക് വേർഡ്. വെരി ഗുഡ്. നൗ ഇതൊന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുവാണ്. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണേ. നൗ ഇതൊന്ന് പറയാമോ? ദിസ് വിൽ ബി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ. ബാക്കി ഞാൻ PPT ഷെയർ ചെയ്തിരിക്കാം. ഓക്കെ, ഡാഷ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് സൗണ്ട്സ് ഇൻ വിച്ച് the articulation of each is strongly influenced by the following vowel sound. Okay, approximants, affricates, glottal fricatives. ഏതാണ് ആൻസർ? അപ്രോക്സിമൻസ് എന്ന് നബീല പറയുന്നു. ബാക്കിയുള്ളവർ എന്ത് പറയുന്നടാ? ഏതാണ് ഇതിന്റെ ആൻസർ? അപ്രോക്സിമൻസ് ആണോ? അതായത് ഈ കാറ്റഗറിയിൽ ആരോ ഒരാള് വവൽസിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, ആരോ ഒരാള് വവൽസിന്റെ പിന്നാലെ പോകുന്നുണ്ട്. ആരാണത്? അപ്രോക്സിമൻസ് ആണോ? എങ്ങനെയാ നബീല അപ്രോക്സിമൻസിൽ എത്തിയത്? വാട്ട് മെയ്ഡ് യു അറൈവ് അറ്റ് അപ്രോക്സിമൻസ്?
അപ്രോക്സിമൻസ് റൈറ്റ് ആൻസർ ആണ്. എങ്ങനെ എത്തി അപ്രോക്സിമൻസിൽ? എങ്ങനെ എത്തിയടാ? ചുമ്മാ ഗസ് ചെയ്തതാണോ അപ്രോക്സിമൻസ്? സി, അപ്രോക്സിമൻസ് എന്ന് പറഞ്ഞാൽ സെമി വവൽസും പറയാറുണ്ട്, ഫ്രിക്ഷൻലെസ് കണ്ടിന്യൂവൻസ് രണ്ടിനെയും നമ്മൾ സെമി അപ്രോക്സിമൻസ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, സോ ഫ്രിക്ഷൻലെസ് കണ്ടിന്യൂവൻസിനെ മാറ്റി വെക്കൂ, സെമി വവൽസ് നോക്കാം നമുക്ക്. ഓക്കെ, ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നോക്കുക, സെമി വവൽസ് എന്ന് പറഞ്ഞാൽ അതിലൊരു വവൽ ലൈക്ക് ക്വാളിറ്റി ഉണ്ട്, പക്ഷെ അതൊരു കോൺസണന്റ് ആണ്. ഓക്കെ, അതിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഒരു വവൽ സൗണ്ട് ആയിരിക്കും. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇ, ഞാൻ സെമി വവൽസിന്റെ വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യ യ യ എന്ന് പറയുന്ന സൗണ്ട് അതിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എവിടെന്നാ തുടങ്ങുന്നേ? നമ്മുടെ വവൽ ഇ ആണ് അല്ലെ? അപ്പോ വവ്വലായിട്ട് തുടങ്ങും, പക്ഷെ അത് വവ്വലായിട്ടല്ല എൻഡ് ചെയ്യുന്നത്. ഒരിടത്തും എത്തിയില്ല, എവിടെയോ പകുതി വെച്ച് അത് നിന്നുപോയി. ഓക്കെ, എന്നാൽ കോൺസണൻസിന്റെ അത്രയും ഒരു റെസ്ട്രിക്ഷൻ എയർ ഫ്ലോയ്ക്ക് കൊടുക്കുന്നുമില്ല. ഓക്കെ, സോ ഇങ്ങനത്തെ സൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെമി വവൽസ് അല്ലെങ്കിൽ അപ്രോക്സിമൻസ് എന്ന് വിളിക്കുക. ഓക്കെ, വവൽസിന്റെ അത്രയും ഫ്രീ ആയിട്ടല്ല എയർ പോകുന്നത്, എന്നാൽ കോൺസണൻസിന്റെ അത്രയും ഒരു ഒബ്സ്ട്രക്ഷൻ ഓഫർ ചെയ്യുന്നുമില്ല, രണ്ടിന്റെ ഇടയ്ക്കാണ്. ഇങ്ങനെയുള്ള സൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെമി വവൽസ് അല്ലെങ്കിൽ അപ്രോക്സിമൻസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ യു യു ഓക്കെ, യു യു അല്ലെങ്കിൽ യെസ്. ഓക്കെ, ഈ രണ്ട് സൗണ്ടിലും യ എന്ന് പറയുന്ന ഇസ് ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വവൽ ദാറ്റ് ഇസ് നിയർ ബൈ ഇറ്റ്. ഓക്കെ, യ യെസ്, യ മാറി പോകുന്നുണ്ടോ? യ നേരെ പോകുന്ന എന്തിലേക്കാ പോകുന്നേ? യന്റെ ടോൺ ഓട്ടോമാറ്റിക്കലി ആരുമായിട്ട് സ്വിച്ച്ഡ് ആവും? അടുത്ത് കിടക്കുന്ന വവലുമായിട്ട് സ്വിച്ച്ഡ് ആവും. യെസ്, യ യ ഒരുമിച്ചായി, ഒരു കപ്പിളായി, പെട്ടെന്ന് തന്നെ ഒരുമിച്ച് പോവും. യു, അവിടെയും യ എന്ന് പറയുന്ന സൗണ്ട് ആരുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ്? തൊട്ടടുത്ത് കിടക്കുന്ന ഊ എന്ന് പറയുന്ന വവൽ സൗണ്ടുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തതിനെയാണ് അപ്രോക്സിമൻസ് എന്ന് വിളിക്കുക കേട്ടോ. അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകരുത്. അപ്രോക്സിമൻസ് ആർ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി വവൽ സൗണ്ട്. അവരുടെ പ്രൊനൗൺസിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി വവൽ സൗണ്ട് വിച്ച് ഇസ് നിയർ ടു ഇറ്റ്. ക്ലിയർ ആണോ? അത് അപ്രോക്സിമൻസ് മനസ്സിലായോ? സെമി വവൽസ് എന്താണെന്ന് ക്ലിയർ ആയോ? വവൽ ക്വാളിറ്റി ഉണ്ട്, എന്നാൽ കോൺസണൻസ് ആണ് താനും. ഓക്കെ, വവലിൽ നിന്ന് തുടങ്ങി എന്നാൽ വവലായിട്ട് അവസാനിക്കാനും പറ്റുന്നില്ല. വവൽസിന്റെ അത്രയും ഫ്രീ അല്ല, എന്നാൽ കോൺസണൻസിന്റെ അത്രയും റെസ്ട്രിക്റ്റഡും അല്ല. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരാണ് സെമി വവൽസ്, ആൻഡ് ദെയർ പ്രൊനൗൺസിയേഷൻ ഇസ് ഹെവിലി ഡിപെൻഡന്റ് ഓൺ ദി വവൽ സൗണ്ട് ദാറ്റ് ഫോളോസ് ഇറ്റ്. ഓക്കെ, ഇതും കൂടെ വേഗം പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Which of the following is a voiced alveolar plosive? ഏതാണ് voiced alveolar plosive? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. voiced alveolar plosive പ ആണോ, ബ ആണോ, ട് ആണോ, ഡ ആണോ? Which of this is a voiced alveolar plosive? ശ്രദ്ധിച്ച് വായിക്കണം. voiced alveolar plosive എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ട് ആണോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പ ബ ട ഡ, പ ബ ട ഡ. ഓക്കെ, ട് എന്ന് പറയുന്ന വോയിസ്ലെസ് ആണോ, വോയിസ്ഡ് ആണോടാ? എങ്ങനെ കണ്ടുപിടിക്കുക? സി, വെൻ യു വോണ്ട് ടു നോ ബെറ്റർ വേസ്, പ്ലേസ് യുവർ ഹാൻഡ്സ് ഹിയർ. ഇവിടെ വോക്കൽ കോഡ്സ് ഭയങ്കര ഘടകരാരമായിട്ട് അടിക്കുന്നുണ്ട്, ഭയങ്കര വൈബ്രേഷൻ ഉണ്ടെങ്കിൽ അത് വോയിസ്ഡ് ആണ്. ഈ ട് എന്ന് പറയുന്ന സൗണ്ട് പറയുമ്പോഴേ അങ്ങനെ എന്തെങ്കിലും വോക്കൽ കോഡിന് സംഭവിക്കുന്നുണ്ടോ? ട് പാവമല്ലേ, വോയിസ്ലെസ് അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ എന്താ? വോയിസ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആരാ ആൻസർ? ഒന്നെങ്കിൽ ബ അല്ലെങ്കിൽ ഡ ആയിരിക്കണം. യു ക്യാൻ എലിമിനേറ്റ് ബ ആൻഡ് ട്. ഒന്നെങ്കിൽ ബ അല്ലെങ്കിൽ ഡ ആയിരിക്കണം. കൊടുത്തിരിക്കുന്ന 4 പേരും പ്ലോസിവ്സ് ആണ്, അപ്പൊ അതിൽ കൺഫ്യൂഷൻ വരും. പ്ലോസിവ്സ് ആണ്. എലിമിനേറ്റ് ചെയ്യാനുള്ള ടെക്നിക്ക് വോയിസ്ലെസ് ആയിട്ടുള്ള 2 പേരെ മാറ്റുക, പേനെയും ടേനെയും മാറ്റുക, പിന്നെ ബേൺ ഡു ആണ് ഉള്ളത്. ഓക്കെ, നൗ ടെൽ മീ, ഇതില് ആൽവിയോളാർ ആരാണടാ? ആൽവിയോളാർ ആരാണ്? Who is the alveolar sound here? Alveolar ആരാ? ഡ ആണല്ലേ. ആൽവിയോളാർ എന്ന് പറഞ്ഞാൽ എന്താ? ആൽവിയോളം refers to which part of the mouth? ആൽവിയോളം. ആൽവിയോളം എന്ന് പറയുന്ന ഏത് പാർട്ടിനെയാ പറയുന്നത്? കുറെ തവണ പറഞ്ഞു ഞാൻ. ആൽവിയോളം എന്താ? ആൽവിയോളം refers to the teeth ridge. Alveolum, teeth ridge. Okay, so most obviously
ടിപ്പ് ഓഫ് ദി ടങ്കും ബ്ലേഡ് ഓഫ് ദി ടങ്കും രണ്ടും കൂടെ ചേർന്ന് ടീത്ത് റിഡ്ജിനെ ടച്ച് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ടിപ്പ് ഓഫ് ദി ടങ്ക് ടീത്ത് റിഡ്ജിൽ പോകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സിനെയാണ് ആൽവിയോളാർ സൗണ്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇവിടുത്തെ ആൽവിയോളാർ സൗണ്ട് ഏതാണ്? ഡ ആണ്. സോ ദി ആൻസർ ഇസ് ഡ. ഇങ്ങനെ ചോദിക്കും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളണം. ഓക്കെ. Oh, this is the last question. Turun. Which of the following is an example of a derivational morpheme? Sir in boys, ed in walked, er in teacher, ing in running. ഇതിൽ ഏതാണ് ഡെറിവേഷണൽ മോർഫീം? ഡെറിവേഷണൽ എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന എസും ഇ ഡിയും ഇ ആറും ഐ എൻ ജിയും മൂന്ന് മോർഫീംസ് ആണ്. ഓക്കെ. ഡെറിവേഷണൽ മോർഫീം എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ ഒരു വേർഡ് ഡിറൈവ് ചെയ്യാൻ പറ്റണം. ഇതിൽ ഏതിലാ പുതിയ വേർഡ് ഡിറൈവ്ഡ് ആയിരിക്കുന്നത് നോക്കിയേ. ടീച്ചിന്റെ കൂടെ ഇ ആർ ചേർക്കുമ്പോഴല്ലേ ടീച്ചർ ആവുന്നേ. അപ്പം ഇ ആർ അല്ലേ ഡെറിവേഷണൽ മോർഫീം. ഓക്കെ. ഡെറിവേഷണൽ മോർഫീം മറന്നു പോകരുത്. ഡെറിവേഷണൽ മോർഫീം ഓർത്തിരിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡെറിവേഷണൽ മോർഫീം ഇസ് എ മോർഫീം വിച്ച് ഇസ് യൂസ്ഡ് ടു ഡിറൈവ് എ ന്യൂ വേർഡ്. ഒരു പുതിയ വേർഡ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ലെറ്റർ കാറ്റഗറി മോർഫീംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡെറിവേഷണൽ മോർഫീം എന്ന് വിളിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ടീച്ച് പ്ലസ് ഇ ആർ ടീച്ചർ. ചൈൽഡിന്റെ കൂടെ ഞാൻ ISH ചേർക്കുന്നു, ചൈൽഡിഷ്. പിന്നെ വേർഡ് ക്ലാസ് ചേഞ്ച് ആകുവടാ. രണ്ട് തരം ഡെറിവേഷണൽ മോർഫീംസ് ഉണ്ട് കേട്ടോ. എന്താണ്? നമ്മുടെ ക്ലാസ് ചേഞ്ചിങ് മോർഫീംസും ഉണ്ട്, ക്ലാസ് മെയിൻറ്റെയിനിങ് മോർഫീംസും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ പറയുന്ന ടീച്ച് എന്ന് പറയുന്നത് വേർബ് ആണ്. അതിന്റെ കൂടെ ഇ ആർ ചേർക്കുമ്പോൾ ഇറ്റ് ഇസ് എ ക്ലാസ് ചേഞ്ചിങ് ഡെറിവേഷണൽ മോർഫീം കേട്ടോ. എന്ത് പറ്റിപ്പോയി? ടീച്ച് എന്നുള്ള വേർബ് മാറി നൗൺ ആയി. ഓക്കെ. അതേസമയം ഹാപ്പിയുടെ ഫ്രണ്ടിൽ നമ്മൾ UN ചേർക്കുമ്പോൾ അതും ഒരു ഡെറിവേഷണൽ മോർഫീം ആണ്. പക്ഷെ അത് ആര് ചേഞ്ച് ചെയ്യില്ല? ഹാപ്പിയുടെ ക്ലാസ്സിനെ ചേഞ്ച് ചെയ്യില്ല. ഹാപ്പി ഒരു അഡ്ജക്റ്റീവ് ആണ്. ഹാപ്പിക്ക് മുന്നിൽ നമ്മൾ UN ചേർക്കുമ്പോൾ അത് എന്താവും? അൺഹാപ്പി ആവും, വിച്ച് ഇസ് സ്റ്റിൽ ആൻ അഡ്ജക്റ്റീവ്. ക്ലിയർ ആയോ? രണ്ട് തരം ഡെറിവേഷണൽ മോർഫീംസ് ഉണ്ട്. ക്ലാസ് ചേഞ്ചിങ്ങും ഉണ്ട്, ക്ലാസ് മെയിൻറ്റെയിനിങ്ങും ഉണ്ട്. ക്ലിയർ ആണോ? അത് പിടികിട്ടിയോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ. ഓക്കെ. എന്താ തോന്നുന്നു ലിംഗ്വിസ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട്? ഈസി അല്ലേ? നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? ദിസ് യു ക്യാൻ ട്രസ്റ്റ് ബിക്കോസ് ഇത് PSC തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് രണ്ടും. അപ്പോ എന്ത് തോന്നുന്നു? ലിംഗ്വിസ്റ്റിക്സ് എളുപ്പമല്ലേ? ഇറ്റ്സ് എ റിവാർഡിംഗ് വൺ, റൈറ്റ്? ഈസി അല്ലേ? 5 മാർക്കെങ്കിൽ 5 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും, 6 മാർക്സും കിട്ടും. ഓക്കെ. സോ ലിംഗ്വിസ്റ്റിക്സ് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പഠിക്കുക, റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്തില്ലെങ്കിൽ മറന്നു പോകും. ഓക്കെ. സോ അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫീൽ ഫ്രീ ടു കോൺടാക്ട് ഇറ്റ്, ഐ ഓൾവേസ് സേ. സോ ഇതാണ് നമ്മുടെ ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്നത്. ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇനി എന്തും ചോദിക്കാം കേട്ടോ. ചോദിച്ചാലും നമ്മളെ കൊണ്ട് എഴുതാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. ഓക്കെ. സോ ദാറ്റ് ഇസ് ഇറ്റ് ഫോർ ദ ഡേ. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ ബെയറിംഗ് വിത്ത് മീ ആൻഡ് താങ്ക് യു ഫോർ ആൻസറിങ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ. നന്നായി പഠിക്കൂ. നന്നായിട്ട് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ആൻഡ് ലെറ്റ് ദിസ് ഇയർ ബി യോഴ്സ്. ഓക്കെ. താങ്ക് യു. താങ്ക് യു. ബൈ.